ഓം ശന്നോ മിത്രഃ ശം വരുണഃ ശന്നോ ഭവത്യമാ ശന്ന ഇന്ദ്രോ ബൃഹസ്പതിഃ ശന്നോ വിഷ്ണുരുക്രമഃ നമോ ബ്രഹ്മണേ നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വാമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവതു തതു വക്താരമവതു അവതു മാം അവതു വക്താരം ശാന്തി 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 ഓം സഹനാ ഭവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ ഓം ശാന്തി 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 ഓം യച്ഛന്ദസാം വൃഷഭോ വിശ്വരൂപഃ ഛന്ദോഭ്യോ ധൃമൃതാ സംബഭൂവ സമേന്ദ്രോ മേധയാ സ്പൃണോതു അമൃതസ്യ ദേവധാരണോ ഭൂയാസം ശരീരം മേ വിചർഷണം ജിഹ്വാ മേ മധുമത്തമാ കർണാഭ്യാം ഭൂരി വിശ്രുവം ബ്രഹ്മണ കോശോऽസി മേധയാ പിഹിതഃ ശ്രുതം മേ ഗോപായ ഓം ശാന്തി 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 ഓം അഹം വൃക്ഷസ്യ രേരിവ കീർത്തിഃ പൃഷ്ഠം ഗിരേരിവ ഊർധ്വപവിത്രോ വാജനീവ സ്വമൃതമസ്മി സുവർച്ചസം സുമേധാ അമൃതോക്ഷിതഃ ഇതി ത്രിശങ്കോർവേദാനുവചനം ഓം ശാന്തി 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 ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ ഓം ശാന്തി ശാന്തി ശാന്തി. അന്നപ്പോൾ ഇന്നലത്തെ മംഗളശ്ലോകത്തിന്റെ അർത്ഥം ആർക്കെങ്കിലും ഒരു സംക്ഷേപമായിട്ട് പറയാൻ പറ്റുമോ? ഏതൊരു ആത്മാവിനാണോ ഈ വിശ്വം മുഴുവൻ അശേഷം വിശ്വം വ്യാപിച്ചിരിക്കുന്നത്, ആ പരമാത്മാവ് ഞാൻ തന്നെയാണ്. ബാക്കി പാർട്ട് സോഹം ദേഹദ്വയി സാക്ഷി. 3 ശരീരമുണ്ടെങ്കിലും അജ്ഞാനം, കാരണശരീരമായ അജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് പോയതുകൊണ്ട് ദേഹദ്വയം മാത്രമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ പിന്നെ സാക്ഷി സോഹം എന്ന് പറഞ്ഞർത്ഥം അവൻ ഞാനാകുന്നു. ഇവിടെ പല ഘട്ടങ്ങളായിട്ടാണ്. ആദ്യം പറഞ്ഞ ദേഹദ്വയമേ ഉള്ളൂ, പിന്നെ പറഞ്ഞ സാക്ഷിയെ പറയുകയാണെങ്കിൽ ദേഹദ്വയമല്ല പറയേണ്ടത്, പിന്നെ അവിദ്യ ഉപഹിതൻ എന്ന് പറയണം. അല്ല, അവിദ്യ നഷ്ടപ്പെട്ടു പോയപ്പോൾ പിന്നെ ഉപഹിതൻ എങ്ങനെയാവും? അത് വിഷയമൊന്നുമില്ല, ലേശാവിദ്യ മാനിച്ചിട്ട് സാക്ഷിയെ ശ്രദ്ധിച്ചാൽ മതി. വാസ്തവത്തിൽ പറയാൻ ശ്രമിച്ചത്, അവിദ്യ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവന് സാക്ഷി സ്വരൂപത പോലും ഇല്ല. പിന്നെ വ്യവഹരിക്കാൻ വേണ്ടിയിട്ട് പ്രാരബ്ധം നിലനിൽക്കുന്നത് കൊണ്ട് സാക്ഷി എന്നൊക്കെ പറഞ്ഞത് മാത്രം. ഈ ഒരു പ്രക്രിയ 3 വിധത്തിൽ കാണാം. അതായത് അവിദ്യ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ജ്ഞാനിയുടെ വ്യവഹാരം നടക്കുന്നത് എന്നുള്ളതിന്, ഒന്ന് ലേശാവിദ്യ മാനിച്ചിട്ട്, ലേശാവിദ്യ നിലനിൽക്കുന്നത് കൊണ്ട് വ്യവഹാരം നടത്താം, അല്ലെങ്കിൽ പ്രാരബ്ധം മാനിച്ചിട്ട്. അപ്പൊ ലേശാവിദ്യ ഇല്ലെങ്കിൽ ഇവിടുന്ന് പ്രാരബ്ധം ഉണ്ടാവുക. അതിന് നമ്മൾ ഇന്നലെ പറഞ്ഞ ഉദാഹരണം കേട്ടാൽ മതി. എപ്രകാരം നൂലില്ലാതെയും തുണിക്ക് ഒരു ക്ഷണം നിലനിൽക്കാമോ, ഇതേപോലെ ഉപാദാനമായിരിക്കുന്ന അവിദ്യ ഇല്ലെങ്കിലും അവിദ്യയുടെ കാര്യമായിരിക്കുന്ന പ്രാരബ്ധം നടന്നുകൊണ്ടിരിക്കും. മൂന്നാമത്തതാണ്, അവിടെ അവിദ്യയുമില്ല പ്രാരബ്ധവുമില്ല. കാരണം ബ്രഹ്മസ്വരൂപനായിരിക്കുന്ന ജ്ഞാനിക്ക് എവിടുന്ന് പ്രാരബ്ധം? പിന്നെന്ത് അന്യം അങ്ങനെ ചെയ്യും? അത് അജ്ഞാനിയുടെ ദൃഷ്ടിയിൽ വ്യവഹാരത്തെ ആരംഭം ചെയ്യുക മാത്രമാണ് ജ്ഞാനിയില്. അല്ലാതെ ജ്ഞാനിയിൽ പ്രത്യേകിച്ച് വ്യവഹാരമൊന്നുമില്ല. ഇങ്ങനെ 3 വിധത്തിൽ കാണാം ജ്ഞാനിയുടെ വ്യവഹാരം. നമ്മള് കുറച്ചു ദിവസം മുന്നേ പറഞ്ഞല്ലോ, ചിലര് പറയും ജ്ഞാനിയുടെ അജ്ഞാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അങ്ങനെ വ്യവഹരിക്കത്തേ ഇല്ല,
അതിന് ദൃഷ്ടാന്തം പറയും, കയറിലെ സർപ്പഗ്രഹം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും കയറിലെ സർപ്പത്തെ കാണാൻ പറ്റാത്തത് പോലെയെന്ന്. ആ ദൃഷ്ടാന്തം ഇവിടെ കൊടുക്കേണ്ട ദൃഷ്ടാന്തമല്ല. അത് സ്വാഭാവിക അധ്യാസ സ്ഥലമാണ്. സോറി, ആ കയറിലെ സർപ്പം നിരുപാധിക അധ്യാസ സ്ഥലമാണ്. ജ്ഞാനിയുടെ വ്യവഹാരത്തിന് ദൃഷ്ടാന്തം കൊടുക്കേണ്ടത് സ്വാഭാവിക അധ്യാസ സ്ഥലമായിരുന്നു. കാരണം ജ്ഞാനിക്ക് അന്ധക്കരണം എന്നുള്ള ഉപാധി ഇരിക്കുന്ന കാലത്തോളം വ്യവഹാരം നടക്കും. അജ്ഞാനമില്ലെങ്കിലും ഈ വ്യവഹാരത്തിൽ നമ്മൾ എന്തായിട്ടാ പറയുന്നത്? ബാധിതാനുവൃത്തി എന്ന് പറയും. ജഗത്ത് ബാധിക്കപ്പെട്ടു പോയിട്ടും അനുവർത്തനം നടക്കുക മാത്രമാണ്. അതുകൊണ്ട് ജ്ഞാനിയിൽ വ്യവഹാരം ഉണ്ട് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഇല്ല എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ ഇതിന്റെ സ്ഥിതി അറിയണം, എങ്ങനെയാണ് അന്വയിക്കുന്നത്. അല്ലാതെ ഒരേ കാര്യം മാത്രം, അതായത് ചിലര് എന്താന്ന് പറഞ്ഞാല് മറ്റുള്ളവരോട് സമർത്ഥിക്കാൻ, ഞാൻ ജ്ഞാനിയാണെന്ന് വ്യംഗ്യമായി സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് പറയുക, എവിടെ നിന്നാണ് കയറിൽ സർപ്പത്തിന്റെ വാല് വരുമോ? എടോ, ഇത് താങ്കളല്ല, താങ്കളെക്കാൾ മുന്നേ മറ്റുള്ളവർ പറഞ്ഞു വെച്ച കാര്യമാണത്. പക്ഷെ നമ്മുടെ നാട്ടിലെ പലർക്കും ആ ബുക്ക് അറിയാത്തത് കൊണ്ട്, ഇത് ഹിന്ദി എഴുതിയ ബുക്കാണത്, അതറിയാത്തതുകൊണ്ട് ഇവർ ഫസ്റ്റ് ടൈം കേൾക്കുകയായിരിക്കും, ആ ശരിയാട്ടോ ഗുരുജി ജ്ഞാനിയാണെന്ന് കൽപ്പിക്കും. ഇതൊക്കെ മറ്റു പല സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് തള്ളുന്നതാണത്. അങ്ങനെയൊന്നല്ല. ജ്ഞാനിക്ക് വ്യവഹാരം നടത്താം. ജ്ഞാനിയോട് ചോദിച്ചു നോക്കൂ, നിങ്ങൾ ജ്ഞാനിയാണോ? ജ്ഞാനി പറയും ഞാൻ ജ്ഞാനിയാണ്. ഞാനുണ്ടാനുള്ള മാർഗം ഞാൻ ജ്ഞാനിയായത് കൊണ്ടാണ് പറഞ്ഞു തരുന്നത് എന്ന് അങ്ങേർക്ക് പറയാം. അതല്ലാതെ താൻ ജ്ഞാനിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജ്ഞാനി അല്ലെങ്കിൽ ഞാൻ ജ്ഞാനിയാണെന്ന് പറഞ്ഞ് ശരിയാണോ എന്ന് തിരിച്ച് തർക്കുത്തരല്ല പറയാൻ. നിങ്ങളൊരു കണ്ട വസ്തുവിനെ ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കാണാത്തത് കൊണ്ട് നിങ്ങൾക്ക് കാണാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. മനസ്സിലായോ? അതുകൊണ്ട് ജ്ഞാനി തന്നെയാണ്. ഇവിടെ ഇപ്പോൾ എന്താ ചെയ്തത്? മംഗളശ്ലോകത്തിലൂടെ വസ്തുവിനെ ബോധിപ്പിച്ചതാണ്. എങ്ങനെ? സാക്ഷിയായിരിക്കുന്ന കേവല പരമാത്മാവിനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ വസ്തു നിർദ്ദേശാത്മകമായിരിക്കുന്ന മംഗളശ്ലോകമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ആശീർവാദാത്മകം, വസ്തു നിർദ്ദേശാത്മകം, സ്തുത്യാത്മകമായിട്ട് വരും ഇത്. അതിൽ മംഗളത്തില് ഇവിടെ ഇപ്പോൾ വസ്തു നിർദ്ദേശാത്മക മംഗളമാണിത്. അപ്പൊ നമ്മൾ ടീക്ക ആരംഭിക്കുകയാണ്. സാംസ്കൃതിക വ്യാഖ്യാനം ഭാഷ്യം പോകുന്നത്, ഭാഷ്യത്തിന്റെ അർത്ഥം എന്താ? മന്ത്രാർത്ഥ വർണ്ണതി എത്ര വാക്യേഹി മന്ത്രാനുസാരിഹി ശബദാനിജ വ്യാജഷ്ടി, ഇതെല്ലാം ഇവിടെ കാണാം. എന്ന് പറഞ്ഞാല് ആ മന്ത്രത്തിന്റെ പദാർത്ഥ വ്യാഖ്യാനം വരും, വാക്യാർത്ഥ വ്യാഖ്യാനം വരും. ഭാഷ്യകാരൻ പറഞ്ഞ പദത്തെ ഒന്നും കൂടി സ്പഷ്ടീകരിച്ച് പറയുകയും ചെയ്യും. വിചാരസാഗരം, വിചാരസാഗരം, വിചാരചന്ദ്രോദയം, വൃത്തിപ്രഭാകരം എന്നൊക്കെ പറഞ്ഞ ഗ്രന്ഥങ്ങള് അത് പ്രക്രിയാഭാഗം സംസാരിക്കുന്ന ഹിന്ദി ടെക്സ്റ്റുകളാണ്. അതിൽ പലതും ഗാവഡ ഹിന്ദി എന്ന് പറയും, ഗ്രാമങ്ങളിൽ ഉപയോഗിച്ചിരുന്നതാണ്. പിന്നെ അതിന് നല്ല ഹിന്ദി വന്നിട്ടുണ്ട്. അതേപോലെ അതിന്റെ സംസ്കൃത എഡിഷൻ ശൃംഗരി എന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഈ അങ്ങനത്തെ ബുക്കുകളുടെ പണ്ട് മലയാളത്തിൽ തർജ്ജമ ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് അത് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതായത് ഭക്തി പ്രസ്ഥാനം കൂടുതലായപ്പോൾ നമ്മുടെ വൈദിക പ്രസ്ഥാനം സൈഡായി എന്നുള്ളതാണ്. അതെല്ലാ കാലത്തും അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കും ഇതെല്ലാം ഒരേ പ്രസ്ഥാനങ്ങളാണെന്ന്. അതുപോലും മനസ്സിലാക്കാൻ വലിയ പാടാണ്. ഇതെല്ലാം ഒന്നല്ല പറയുന്നത്, പലതും പല വഴിക്കാണ്. പറയത്തില്ല ഞങ്ങൾ ഭക്തി പ്രസ്ഥാനക്കാർ ഇങ്ങനെയാണ്, വേദാന്തികൾ അങ്ങനെയാണെന്നും പറയത്തില്ല. എല്ലാവരും ഒരു പരമാത്മാവിനെ തേടി പുറപ്പെടുക എന്നാ പറയാം. സാഖ്യവും യോഗവും, സാഖ്യം എന്ന് പറഞ്ഞാല് അതായത് സാഖ്യ ദർശനം തന്നെയല്ലേ ഗീതയിലെ സാഖ്യമായിട്ട്? അല്ല, ഗീതയിലെ സാഖ്യം ജ്ഞാനം എന്നാണ് അർത്ഥം. അങ്ങനെ വിഭിന്നങ്ങളായിട്ടിരിക്കുകയാണ്. നമുക്കൊന്നും പരിചയമില്ലാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. സാഖ്യ സാങ്കേതിക ജ്ഞാനം, ജ്ഞാനത്തെ കുറിച്ച് പറയുമ്പോഴാണ് സാഖ്യ ദർശനാവുന്നത്. ഏത്? ഗീതയിൽ. മറ്റേ സാഖ്യം എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്ന് പറഞ്ഞാൽ അവിടെ സംഖ്യയിൽ നിന്ന് സാഖ്യം ഉണ്ടാക്കാം. കാരണം അവിടെ 25 പദാർത്ഥങ്ങളെ പറയുന്നത് കൊണ്ട് നമുക്ക് സംഖ്യ സംബന്ധിയായിരിക്കുന്ന വസ്തുക്കളെ പറയുന്നത് കൊണ്ട് സാഖ്യം എന്ന് പറയാം. അവിടെയും ജ്ഞാനം അർത്ഥം എടുക്കാം. പക്ഷെ അവരുടെ ജ്ഞാനം എന്നുള്ളത് പ്രകൃതി പുരുഷ ഭേദജ്ഞാനത്തിൽ ചെന്ന് നിൽക്കും. അതല്ല നിങ്ങളുടെ അദ്വൈതജ്ഞാനം. അദ്വൈതജ്ഞാനം ജീവപരമാത്മ ഐക്യജ്ഞാനത്തിലേക്ക് നിൽക്കും. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ദർശനം പഠിക്കുകയും അതിന്റെ എവിടുന്നാണ് വഴി മാറുന്നത്, എന്തൊക്കെ ഭേദമാണ്, എന്തൊക്കെ സാധർമ്യമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളിതെല്ലാം ഒരു കിച്ചടിയാക്കിയിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പൊ യോഗസൂത്രം എടുക്കുന്ന സമയത്ത് വേദാന്തവും പറയും, വേദാന്തം പറയുന്ന സമയത്ത് യോഗസൂത്രം എടുത്തുകൊണ്ട് വരും. അത് നമ്മൾക്ക് ശാസ്ത്രപരിചയം ഇല്ലാത്തതിന്റെ പ്രശ്നമാണത്. ശാസ്ത്രപരിചയം എന്ന് ഉദ്ദേശിച്ചത് ടീക്ക ടിപ്പണിയൊക്കെ വെച്ചിട്ട് പഠിച്ചെടുത്തെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇവര് ശരിക്കും എന്താ പറയുന്നത് മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾക്ക് കൈ കിട്ടുന്നത് ഒരു അവിൽ പരുവ സാധനമായിരിക്കും. പ്രശ്നമൊന്നുമില്ല, മെല്ലെ മെല്ലെ പഠിച്ചെടുത്ത് പോവാം. എല്ലാവർക്കും തന്നെയാണ്. നമ്മളിപ്പോ നോർത്ത് ഇന്ത്യ കയറിയത് കൊണ്ട് കിട്ടിയൊരു ഗുണം ഇതാണ്.
ആ സിസ്റ്റത്തിൽ നമുക്ക് പഠിച്ചെടുക്കുന്നത് എങ്ങനെയാ പോകണമെന്നാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താ അങ്ങനെ വരികയെന്ന് പറഞ്ഞാൽ ഇതിന്റെ പറഞ്ഞുതരപ്പം ടീക്കയിലായിരിക്കും ചിലപ്പോൾ പ്രസംഗം ആരംഭിക്കുക, എന്നിട്ട് ഭാഷ്യത്തിലേക്ക് കയറും. ഭാഷ്യത്തിൽ അവസാനിച്ചു കഴിഞ്ഞാൽ അതിനെ ഇനി ഡീറ്റെയിൽ ചെയ്യും ടീക്കയിൽ. ടീക്കെ ഇതിന്റെ ഒരു പരിചയം നിങ്ങൾക്ക് വരണം. ടീക്ക ഭാഷ്യം ചിലപ്പോൾ അവിടുന്ന് ടിപ്പണിയിലേക്ക് ഇറങ്ങും. ഇതിങ്ങനെ ടീക്ക ഭാഷ്യം ടിപ്പണി ഞാൻ പറയും, അതിനനുസരിച്ച് നോക്കിക്കോളുക. ടീക്കെ ഇടയ്ക്ക് ടീക്കെ ചോദിക്കുന്നത് ഹിന്ദി കുട്ടികളെ പഠിപ്പിച്ചത് ശീലമായി പോയതുകൊണ്ടാണ്. എന്നോട് ചില കാര്യങ്ങൾ ബുദ്ധിമുട്ട് വരും. അപ്പം ടീക്ക നോക്കുക. ഈശാവാസ്യം ഇത്യാദി മന്ത്രാൻ വ്യാജിക്കാസുർ ഭഗവാൻ ഭാഷ്യകാരസ് തേഷാം കർമ്മശേഷത്വ ശങ്കാം താവത് വിദസ്യതി. ഈശാവാസ്യം, നിങ്ങളുടെ മന്ത്രം തുടങ്ങുന്നത് ഈശാവാസ്യമിതം സർവം എന്ന് തുടങ്ങിയിട്ടാണ്. അപ്പൊ ഭാഷ്യകാരനും വ്യാഖ്യാനം തുടങ്ങുന്നത് ഈശാവാസ്യം ഇത്യാദി മന്ത്രാഹ എന്നും പറഞ്ഞ് തുടങ്ങുകയാണ്. ഇതിനെക്കുറിച്ച് ഭാഷ്യകാരൻ ഇവിടെ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ച് ടീക്കാകാരൻ ആരംഭിക്കുകയാണ് ഈ പ്രസംഗം. അതുകൊണ്ട് ആദ്യം ടീക്കയിൽ നോക്കിയാൽ മതി. ഈശാവാസ്യം ഇത്യാദി, ഈശാവാസ്യം എന്ന് തുടങ്ങി ആരംഭിക്കുന്ന ഇനി മന്ത്രങ്ങളുണ്ടല്ലോ, മന്ത്രാൻ മന്ത്രങ്ങളെ, വ്യാജിക്കാസുഹു വ്യാഖ്യാതും ഇച്ഛുഹു വ്യാജിക്കാസുഹു വ്യാഖ്യാനം ചെയ്യാൻ ഇച്ഛിക്കുന്നേ. ആരാണ് ഇവിടെ മന്ത്രത്തെ വ്യാഖ്യാനം ചെയ്യാൻ ഇച്ഛിക്കുന്നേ? ഭാഷ്യകാരൻ. ഭാഷ്യകാരൻ. ठीक है, ഭാഷ്യകാരനെ കുറിച്ചാണ് ഇപ്പോൾ ടീക്കാകാരൻ പറയുന്നത്. ടീക്കാകാരൻ പറയാണ് ഈശാവാസ്യം എന്ന് തുടങ്ങുന്ന മന്ത്രങ്ങൾ, അവിടെ തുടങ്ങിയിട്ട് അനവധി മന്ത്രങ്ങളുണ്ടല്ലോ, അവയെ വ്യാഖ്യാനിക്കാൻ ഇച്ഛിക്കുന്ന ഭാഷ്യകാരൻ വ്യാജിക്കാസുർ ഭഗവാൻ ഭാഷ്യകാരസ്. ठीक है, ഭഗവാനായിരിക്കുന്ന ഭാഷ്യകാരൻ തേഷാം മന്ത്രാണാം, ആ മന്ത്രങ്ങൾക്ക് കർമ്മശേഷത്വ ശങ്കാം താവത് വിദസ്യതി. താവത് എന്നുള്ളത് വാക്യാലങ്കാരമാണ്. കർമ്മശേഷത്വം പറയുന്നുണ്ട് പൂർവപക്ഷി ഏതിന്? ഈശാവാസ്യം എന്ന് തുടങ്ങുന്ന മന്ത്രങ്ങൾക്ക്. ഒരു ഗ്രന്ഥം തുടങ്ങുമ്പോഴേക്ക് പൂർവപക്ഷിയും സിദ്ധാന്തിയും ഏറ്റുമുട്ടാൻ തുടങ്ങും. എന്തുകൊണ്ടെന്നാല് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കർമ്മകാണ്ഡത്തെക്കുറിച്ച് ജൈമിനി സിദ്ധിക്കുന്ന സമയത്ത് അവിടെയും ഒരു ജീവനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ജീവസംബന്ധിയായിട്ട് നിങ്ങളുടെ ഇവിടെ പറയേണ്ട പരമാത്മാവ് പറയപ്പെട്ട സ്ഥിതിക്ക് നിങ്ങൾ ഇനി പ്രത്യേകിച്ച് ഈശാവാസ്യം എന്ന് തുടങ്ങിയിട്ട് അദ്വിതീയ പരമാത്മാവിനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമം ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് പൂർവപക്ഷിയായിരിക്കുന്നേ. പൂർവപക്ഷി ആരും ആവട്ടോ, ചിലപ്പോൾ പൂർവപക്ഷിയുടെ രൂപത്തില് നൈയായികനായിരിക്കും വരുന്നുണ്ടാവുക, ചില സമയത്ത് പൂർവമീമാംസകനായിരിക്കും, ചില സമയത്ത് ബൗദ്ധനായിരിക്കും, ആരും വരാം. ഇവിടെ ഇപ്പോൾ പൂർവമീമാംസകനാണ് വരുന്നത്. നമ്മൾ ഈ 6 ദർശനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പൂർവമീമാംസ, രണ്ടാമത്തത് ഉത്തരമീമാംസ. മീമാംസ എന്ന് പറഞ്ഞാൽ പൂജിത വിചാരണ അർത്ഥമുള്ളൂ. അത് പൂർവകാന്ഡം ഉത്തരകാന്ഡം എന്നാക്കിയതാണ്. അതായത് വൈരാഗ്യപൂർവമായിരിക്കുന്ന സന്യാസത്തിൽ നിന്നുള്ള ജ്ഞാനകാന്ഡത്തിന് മുന്നേ അനുഷ്ഠിക്കേണ്ടതാണ് എന്ത്? പൂർവകാന്ഡം. അതിൽ തന്നെ കാമ്യമായിരിക്കുന്ന പൂർവകാന്ഡമുണ്ട്. കാമ്യമായിട്ടാണ് പൂർവകാന്ഡം അവതരിച്ചതെങ്കിലും ബ്രഹ്മാകാര വൃത്തിക്ക് അനുകൂലമായിട്ടും ആ പൂർവകാന്ഡത്തെ മാറ്റാം. എങ്ങനെ? കാമനയില്ലാതെ പൂർവകാന്ഡത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളും ഉപാസനകളും ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഫലമാണ് അന്ധക്കരണശുദ്ധി. ആ അന്ധക്കരണശുദ്ധി ആ ചെയ്തവന് ബ്രഹ്മാകാര വൃത്തിക്ക് അനുകൂലമായിരിക്കുന്ന ശാസ്ത്ര ശ്രവണാദികളിൽ പ്രവൃത്തിക്ക് കാരണമാകും എന്നുള്ളത് കൊണ്ട് കർമ്മവും ജ്ഞാനത്തിന് കാരണമായി ഭവിക്കുന്നുണ്ട്. അവനും ഈ കർമ്മം ചെയ്യാം. ഏത്? മുമ്പ് പറഞ്ഞില്ലേ, ആരുരുക്ഷോർ മുനേറി യോഗം കർമ്മകാരണം ഉച്ചതെന്ന്. ബ്രഹ്മാകാര വൃത്തിയിലേക്ക് ആരൂഢം ചെയ്യാൻ ഇച്ഛിക്കുന്നവൻ അവൻ ചെയ്യേണ്ടത് കർമ്മ യോഗമാണ്, കർമ്മ കാരണമായിട്ട് മാറുന്നുണ്ട്. ഇതാണ് സാമാന്യമായിട്ടുള്ള സിദ്ധാന്തം. പക്ഷെ ഇവിടെ ഇപ്പോൾ പൂർവപക്ഷിയുടെ വശത്ത് നിന്ന് വരുന്നത് കർമ്മത്തിന്റെ ശേഷമാണ്, ശേഷം എന്ന് പറഞ്ഞ അംഗമാണ് ആര്? ഈ മന്ത്രങ്ങൾ. കർമ്മത്തിന്റെ ശേഷമാണ് ഈ മന്ത്രങ്ങൾ എങ്കിൽ, ഈശാവാസ്യം എന്ന് തുടങ്ങുന്ന മന്ത്രങ്ങള് കർമ്മത്തിന്റെ ശേഷമാണെങ്കിൽ കർമ്മത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പൂർവമീമാംസാ ഗ്രന്ഥങ്ങളിലൂടെ ഈ മന്ത്രത്തിന്റെ കാര്യങ്ങളെല്ലാം വ്യാഖ്യാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിനാൽ ഇനി നിങ്ങൾ ഇവിടെ
മറ്റൊരർത്ഥത്തിൽ വ്യാഖ്യാനം ചെയ്യേണ്ടതില്ല. കാരണം ആചാര്യന്മാർക്ക് സമ്മതമാണ് പൂർവ്വമീമാംസാ ഗ്രന്ഥങ്ങൾ. അവിടെ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. നിങ്ങൾ എന്തിനാണ് ഇനി അർത്ഥം മാറ്റുന്നത്? അപ്പോൾ കർമ്മശേഷത്വം പറയാണ്. ഇവിടെ ഈ കർമ്മശേഷത്വം പറയുന്നതിന് നമ്മൾ കുറച്ച് പൂർവ്വമീമാംസയെ മനസ്സിലാക്കണം. പൂർവ്വമീമാംസയെ നമുക്ക്, അതായത് വേദത്തിലെ പൂർവ്വകാണ്ഡം അല്ലേ? അപ്പൊ വേദം എന്നുള്ളത് തന്നെ 5 ഭാഗമായിട്ട് വരും. വിധി, മന്ത്രം, നിഷേധം, നാമധേയം, അർത്ഥവാദം. ഇതില് വിധി എന്നുള്ളത് എവിടെയാണ്? കർമ്മസംബന്ധിയായിട്ടാണ് വരുന്നത്. നാമധേയവും നിഷേധവും കർമ്മസംബന്ധിയായിട്ട് തന്നെ കാണുക. പിന്നെ ഉള്ളതാണ് മന്ത്രങ്ങളും അർത്ഥവാദങ്ങളും. ഇത്രയും പിക്ചർ കിട്ടിയല്ലോ. 5 ആക്കുന്നതിൽ 3 കർമ്മസംബന്ധിയായിട്ടാണ് ഇരിക്കുന്നത്. വിധിയാണെങ്കിലും നാമധേയമാണെങ്കിലും, കാരണം ഉദ്ഭിത യജേത, അപ്പൊ അവിടെ കർമ്മത്തിന്റെ നാമം കൊടുത്തിരിക്കുകയാണ്. നിഷേധവും പ്രവൃത്തി ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പൊ നിഷേധവിധി എന്നാ വരുന്നത് അവിടെ. പക്ഷെ നമ്മൾ മാറ്റുന്ന സമയത്ത് ആ വിധി എന്നുള്ളത് വേറെയും നിഷേധം വേറെ ആക്കാറുണ്ട്. ഒരു കണക്കിന് അതും ഒരു വിധി സ്ഥലത്താണ് വരുന്നത് എന്ന് പറയാൻ കർമ്മമാണെന്ന് മനസ്സിലായിരിക്കും. ഇനി മാറി നിൽക്കുന്ന 2 മന്ത്രങ്ങളും അർത്ഥവാദങ്ങളും. ഇവിടെ പൂർവമീമാംസ സംബന്ധിയായിട്ട് ജൈമിനിയുടെ ഒരു സൂത്രമുണ്ട്. ആമ്നായസ്യ ആനർത്ഥക്യം അഥതർത്ഥാനാം. ആമ്നായം എന്ന് പറഞ്ഞ വേദം, ആമ്നായം ക്രിയാപരമാണ് എന്ന് പറഞ്ഞാൽ ക്രിയയ്ക്ക് വേണ്ടിയാണ് മൊത്തം കർമ്മകാണ്ഡം. ഇത് പൂർവമീമാംസയിലെ പൂർവപക്ഷിയുടെ അഭിപ്രായമാണ് പറയുന്നത്. പൂർവപക്ഷി സൂത്രമാണിത്. ആമ്നായസ്യ ക്രിയാർത്ഥത്വാ. ആമ്നായം വേദം, വേദം ക്രിയയ്ക്ക് വേണ്ടിയുള്ളതാകുന്നു എന്ന് പറഞ്ഞാൽ ക്രിയാപ്രതിപാദകമായിട്ടാണ് വേദം ഇരിക്കുന്നത്. അങ്ങനെയല്ലല്ലോ. കാരണം ഈ 5 വിഭാഗം ചെയ്ത് കഴിഞ്ഞാല് മന്ത്രങ്ങളും അർത്ഥവാദങ്ങളും ക്രിയാപരങ്ങളല്ലല്ലോ. ഇതിനുത്തരം അനർത്ഥക്യം അതതർത്ഥാനം. കർമ്മപ്രതിപാദകങ്ങളല്ലാത്ത വാക്യങ്ങളെല്ലാം അനർത്ഥകങ്ങളാവുന്നു. അവയ്ക്ക് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഇത് പൂർവമീമാംസയിലെ സിദ്ധാന്ത പക്ഷമല്ല. മനസ്സിലാക്കണം. പൂർവമീമാംസയിലെ പൂർവപക്ഷിയാണ്. അങ്ങനെ വരുമ്പോൾ എന്താ ദോഷം വരുന്നത്? അധതർത്ഥം എന്ന് പറഞ്ഞാൽ ക്രിയാപരങ്ങളല്ലാത്ത, ക്രിയയെ ബോധിപ്പിക്കാത്ത വാക്യങ്ങളായിരിക്കുന്ന മന്ത്രങ്ങളും അർത്ഥവാദങ്ങളും അനർത്ഥകങ്ങളാവുന്നു എന്നൊരു ആപത്തി കയറി വരും. അതെന്താ ആപത്തിയായിട്ട് മാനിക്കുന്നത്? വേദത്തിന്റെ ഒരു ഭാഗം അനർത്ഥകമാവുകയും ഒരു ഭാഗം സാർത്ഥകമാകുന്നതും ശരിയല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണം. ഇതിന്റെ പരിഹാരമായിട്ട് സിദ്ധാന്ത സൂത്രം അവതരിപ്പിക്കും. വിധീനാന്തു ഏകവാക്യത്വാത് വിദ്യാർത്ഥേന സ്തുതീനാം സ്യുഹു. വിധിവാക്യവുമായിട്ട് ഏകവാക്യത സംഭവിക്കും ഈ 2 വാക്യങ്ങൾക്കും. ഏതിന്? മന്ത്രങ്ങൾക്കും അർത്ഥവാദങ്ങൾക്കും. എന്നിട്ട് എന്ത് ചെയ്യും? വിധിയുടെ അർത്ഥമായിരിക്കുന്ന വിധേയ അർത്ഥം ഉണ്ടല്ലോ. ഇപ്പം സ്വർഗാമോ യജേത, അപ്പൊ യാഗത്തെ പറഞ്ഞിരിക്കുകയാണ്. ആ യാഗാദികളെ സ്തുതിക്കാനായിട്ട് വരും ബാക്കി 2. ഈ രീതിയിൽ വിധേയ വസ്തുവായിട്ട് വിധിവാക്യവുമായിട്ട് ഏകവാക്യത പ്രാപിച്ചും കൊണ്ട്, വിധിവാക്യവുമായിട്ട് ഏകവാക്യത പ്രാപിച്ചും കൊണ്ട് അന്യവാക്യങ്ങളും പ്രമാണവാക്യങ്ങളായി മാറും. വിധീനാന്തു ഏകവാക്യത്വ. അവിടെ എന്താ ചെയ്യുന്നത്? വിധേയമായിരിക്കുന്ന അർത്ഥത്തിന്റെ സ്തുതിക്കായിട്ട് ഭവിക്കും. സ്തുതീനാം സ്യുഹു. വിധിയുടെ അർത്ഥത്തിന്റെ സ്തുതിക്കായിട്ട് ഇവ മാറും. ഈ രീതിയിൽ മറ്റു 2 വാക്യങ്ങൾക്കും ഏകവാക്യത സിദ്ധിക്കും. ഇങ്ങനെ സിദ്ധിക്കുമ്പോൾ എന്തായി മാറുകയാണ്? കർമ്മത്തിന്റെ ശേഷമായിട്ട് മാറുകയാണ് മന്ത്രഭാഗങ്ങളും അർത്ഥവാദ ഭാഗങ്ങളും. അപ്പോൾ ശേഷി ഭാവം കിട്ടും. ഇതിന് സമാനമായിട്ട് കർമ്മത്തിന്റെ കർമ്മം ചെയ്യുന്ന യജമാനനില്ലേ, ആ യജമാനനെ സ്തുതിക്കാൻ വേണ്ടിയുള്ളതാകുന്നു നിങ്ങളുടെ അദ്വൈത വാക്യങ്ങൾ എന്നുള്ളതാണ് പൂർവമീമാംസയിലെ സിദ്ധാന്തം. അല്ലാതെ അതായത് ഉദ്ദേശിച്ചത് കാര്യബോധകങ്ങളായിരിക്കുന്ന വാക്യങ്ങൾക്ക് പ്രമാണം ഉണ്ടെന്നല്ലാതെ സിദ്ധാർത്ഥ ബോധക വാക്യങ്ങളിൽ പ്രമാണമില്ല എന്ന് പറയുന്ന അർത്ഥം.
കാര്യം എന്ന് പറഞ്ഞാൽ ക്രിയയാണ്. ക്രിയാപരങ്ങളായിരിക്കുന്ന വാക്യങ്ങൾക്ക് പ്രമാണം ഉണ്ടെന്നല്ലാതെ നിത്യവസ്തുവായിരിക്കുന്ന ആത്മാവിനെ പറയുന്ന വാക്യങ്ങൾക്ക് പ്രമാണമില്ല, സിദ്ധവസ്തുവിനെ പറയുന്ന വാക്യങ്ങൾക്ക് പ്രമാണമില്ല. അവരവിടെ ദൃഷ്ടാന്തം കൊടുക്കും, ഇവിടെ ഇല്ല കേട്ടോ. ഞാൻ പറയുന്ന പല പ്രശ്നങ്ങൾ ഞാൻ പുറമേ നിന്ന് ഇവിടത്തേക്ക് വേണ്ടി ലിങ്ക് ചെയ്ത് പറയുന്നത് മാത്രം. അസ്ത്യുത്തരസ്യാം ദിശി ദേവതാത്മാ ഹിമാലയോ നാമ നഗാരാച എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു അർത്ഥബോധം ഉണ്ടാവുന്നില്ല എന്ന് പൂർവപക്ഷി പറയുന്നു. കാരണം സിദ്ധാർത്ഥബോധക വാക്യത്തിൽ നിന്ന് ഇപ്പൊ എന്ത് കിട്ടാനാണ്? ഇത് പൂർവമീമാംസയിലെ. പക്ഷെ ഇവിടെ വേദാന്ത സിദ്ധാന്തത്തിൽ എന്താണ്? സിദ്ധാർത്ഥബോധക വാക്യം ഉണ്ടായാലും അതിന്റെ അജ്ഞാനം നഷ്ടപ്പെട്ട് കിട്ടൂലേ? അപ്പോൾ സിദ്ധാർത്ഥമാണ് ഇവിടുത്തെ ആത്മാ. ആത്മാ എന്നുള്ള സിദ്ധാർത്ഥ വസ്തുവിന് വാക്യം ബോധിപ്പിച്ചാലും ആ വാക്യത്തിൽ നിന്ന് അജ്ഞാനനാശവും ആത്മസ്വരൂപ പ്രാപ്തിയും എന്നുള്ള ഫലം കിട്ടുന്നത് കൊണ്ട് ഈ വാക്യങ്ങൾ സാർത്ഥകങ്ങളാണ്. ഇത്രയും മനസ്സിൽ വെച്ചുവിടുക. ഇനി ഈ പങ്ക്തി കണ്ടോ, എന്താ അവര് പറയുന്നത്? തേഷാം മന്ത്രാണാം, ഇത്യാദി മന്ത്രങ്ങൾക്ക് കർമ്മശേഷ ശങ്ക, കർമ്മത്തിന്റെ ശേഷങ്ങളാണ്. ശേഷം എന്ന് പറഞ്ഞ അംഗം. അപ്പൊ അങ്കി ആരായിരിക്കും? കർമ്മത്തിന്റെ ശേഷങ്ങളാണ് ഈ മന്ത്രങ്ങളെങ്കിൽ അങ്കി ആരായിരിക്കും? കർമ്മം കർമ്മത്തിന്റെ അംഗമായിട്ടാണ് ഇതെല്ലാം മാറുന്നത്. കർമ്മത്തിന്റെ ശേഷം എന്നല്ലേ പറഞ്ഞത്. അതായത് ഇവിടെ വളരെ 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 സിമ്പിൾ ആയിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചോദിക്കത്തുള്ളൂ, അത് അവിടെ കാണുന്നുണ്ടാവും. നിങ്ങൾ പുറത്തേക്ക് തിരിഞ്ഞു പോകേണ്ട ആവശ്യം വരുന്നില്ല. കർമ്മശേഷം, കർമ്മത്തിന്റെ ശേഷം. അപ്പൊ ശേഷി ആരായിരിക്കും? കർമ്മം. അറിയുള്ളൂ. നമ്മൾ ഇത് ന്യായം പഠിപ്പിക്കുന്നവര്, ന്യായത്തിന് ചില സ്ഥലത്ത് നന്നായിട്ട് മണ്ട കറക്കണം, ചില സ്ഥലത്ത് കറക്കാനേ പാടില്ല, അന്നിപ്പം എന്നുള്ളൂ. ഓക്കെ, അതെല്ലാം പഠിപ്പിക്കുന്നതാണ് എങ്ങനെ ചിന്തിച്ചു പോകണം എന്നുള്ളത്. ചില സമയത്ത് വളരെ വളരെ ഭേദം കാണുകയാണെങ്കിൽ നമുക്ക് രണ്ട് വസ്തുക്കളുടെ പരസ്പര ഭേദം വളരെ സ്പഷ്ടമാവുന്ന സ്ഥലമുണ്ട്, അസ്പഷ്ടമാവുന്ന സ്ഥലമുണ്ട്. അപ്പം ലെഫ്റ്റ് റൈറ്റ് പോകുന്ന കാര്യങ്ങൾ പെട്ടെന്ന് പിടികിട്ടും, പാരലായിട്ട് പോകുന്നവരെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതേപോലെ ഇവിടെ നൈയായികനും രണ്ട് രീതിയിലെ ബുദ്ധിപ്രയോഗം നടത്തും. അതിനുശേഷം മീമാംസയിലെ ബുദ്ധിയുടെ ശൈലിക്ക് വ്യത്യാസമുണ്ട്. ഇതെല്ലാം പഠിപ്പിച്ചു തരുന്ന എന്തിനാ? നിങ്ങളുടെ ഇവിടെ ഗ്രന്ഥത്തിലൂടെ മനസ്സിലാക്കേണ്ട വസ്തു ബ്രഹ്മ, അതിനെ മനസ്സിലാക്കണമെങ്കിൽ അത്രയും പെടാപ്പാടുണ്ടെന്ന് അർത്ഥം. അതെന്താ? അത് സ്വന്തം സ്വരൂപമായി പോയി എന്നുള്ളതാണ് ദോഷം. കാരണം മറ്റെല്ലാറ്റിനെയും മനസ്സിലാക്കാനുള്ള സാമർഥ്യമുണ്ട്, തന്നെ മനസ്സിലാക്കാനുള്ള സാമർഥ്യം ഇല്ലെന്നല്ല, പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടിലാണെന്ന് മാത്രം. എവിടെയാ വരുന്നത്? ഒരു മന്ത്രമില്ലേ, പുറത്തേക്കുള്ളതാണ് ഇന്ദ്രിയങ്ങളുടെ പ്രവാഹം എന്നുള്ള അർത്ഥത്തില്. ഖാനി വിതരണത് സ്വയംഭൂ പരാഞ്ചി ഖാനി വിതരണ സ്വയംഭൂ തസ്മാത് പരാം പശ്യതിനാന്തരാത്മൻ. പരാഗ് വസ്തുവിനെ, ആത്മാവിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന വസ്തുവിനെ കാണാൻ വേണ്ടി മാത്രമാണ്, അല്ലെ അറിയാൻ വേണ്ടി മാത്രമാണ് ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തി. അതുകൊണ്ട് തന്നെ അന്തരാത്മാവിനെ അറിയാനുള്ള സാമർഥ്യം അതിന് സ്വാഭാവികമായിട്ടില്ല. സ്വാഭാവികമായിട്ടില്ലെങ്കിൽ പിന്നെ ആ അന്തരാത്മാവിനെ അറിയാൻ പറ്റുമോ? സ്വാഭാവികമായിട്ട് കണ്ണിന് പുറമെയുള്ള രൂപത്തെ കാണാം, രസനേന്ദ്രിയത്തിന് രസത്തെ മനസ്സിലാക്കാം. അങ്ങനെ ഇരിക്കെ ആത്മാവിനെ, നിത്യശുദ്ധ ബുദ്ധിമുക്തനെ അറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ സ്വാഭാവികമായിരിക്കുന്ന പ്രവൃത്തി ഇല്ലാതിരിക്കുന്നെങ്കിൽ? അതായത് ഇത് വേറൊരു കാര്യം കൂടിയും ബന്ധിപ്പിക്കാനാണ് ഞാൻ ഇങ്ങനെ ചോദ്യം ഉന്നയിക്കുന്നത്. നമ്മളൊരു ചോദ്യത്തിന് പല ആംഗിൾ ഉണ്ടാവും. അതായത് സ്വാഭാവികമായിരിക്കുന്ന ഇന്ദ്രിയ പ്രവൃത്തി വിഷയഗ്രഹണത്തിനായി, അതിനിപ്പോൾ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, അതിന്റെ വൃത്തി സ്വാഭാവികമാണ് വിഷയത്തെ ഗ്രഹിക്കുക എന്നുള്ളത്. എന്നാലും ആത്മാവിനെ ഗ്രഹിക്കാനുള്ള സാമർഥ്യം ഇന്ദ്രിയങ്ങൾക്കുണ്ടോ? ഇന്ദ്രിയജന്യമായിരിക്കുന്ന ജ്ഞാനം ആത്മാവിൻ്റെതുണ്ടാകുമോ? ഇതാണ് ചോദ്യം. ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഗ്രഹിക്കാൻ പറ്റില്ലല്ലോ സ്വാമിജി. ഇല്ല. ഏതിന്ദ്രിയം കൊണ്ട് ഗ്രഹിക്കാൻ പറ്റത്തില്ല? നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ട്. ജ്ഞാനേന്ദ്രിയത്തെ കൊണ്ട് ഗ്രഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അജ്ഞാനത്തിന്റെ നാശം എപ്പോ ഉണ്ടാവും? കുറെ ഇന്ദ്രിയാതീതമാണല്ലോ സ്വാമിജി പരമാത്മാവിന്റെ ഇതിൽ. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രസംഗം ഉന്നയിച്ചത് തന്നെ. ഇത് ആരാണ് ഇന്ദ്രിയാതീതം എന്ന് പറയുന്നത്? നമുക്ക് ഇന്ദ്രിയാതീതമായത് എങ്ങനെ സേന്ദ്രിയമാക്കാൻ നോക്കാം. ഒരിക്കലും ഇന്ദ്രിയത്താൽ ഗ്രഹിക്കപ്പെടുന്നില്ല എങ്കിൽ അതിന്റെ ജ്ഞാനം ഉണ്ടാവില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? ഓ, അതും വരും.
അല്ലേ? ഗ്രഹിക്കുക പറഞ്ഞാൽ നിങ്ങൾ ഈ പരിപാടി കൂട്ടി പോയിക്കോളൂ എന്നല്ലേ പറയുന്നത്. മൈക്ക് ഓണല്ല, മൈക്ക് ഓൺ ആക്കിയിട്ട് പറയണം. ശരിയാണ്. പറഞ്ഞോ. സ്വാമിജി, ഇന്ദ്രിയങ്ങൾക്ക് കൊണ്ട് മാത്രമല്ല എന്തെങ്കിലും ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പറ്റുള്ളൂ. അതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ചിലര് പിന്നെ ഇതിനെ പറഞ്ഞു അപ്പൊ പിന്നെ എങ്ങനെയാന്നൊന്നും കൂടി പറഞ്ഞ, എങ്ങനെയാ ഗ്രഹിക്കാന്നൊന്നും അതായത് കൂടി ഇതൊക്കെ പറഞ്ഞു. ഞാൻ ഇങ്ങനെ കൊണ്ടുവരുന്നത് രണ്ട് ഘട്ടമുണ്ട്. ഒന്ന്, ശ്രുതിയിലും രണ്ട് വിരുദ്ധ അഭിപ്രായം പറയും. പിന്നെയുള്ള നമ്മൾക്ക് കാണുന്ന നാടൻ ഗുരുക്കന്മാര്, അവർക്ക് ഇതിനെപ്പറ്റി യാതൊരു ബോധവുമില്ല, പക്ഷെ വിളിച്ചു പറയുന്നതിന് ഒരു കുറവുമില്ല. ഇതെന്തിനാ പറയുന്ന പറഞ്ഞാല് നമ്മൾക്ക് ആദ്യം കിട്ടുന്നത് ഇങ്ങനത്തെ ആൾക്കാരായിരിക്കും. പക്ഷെ എന്നിട്ട് നമ്മൾ ഇതന്നെ പഠിച്ചു കൊടുക്കുന്നത് ഒരിക്കലും ഞാനും ഉണ്ടാവില്ല കേട്ടോ. അതിന് എന്റെ ആശ്രമത്തിൽ ജോലി ചെയ്ത് സമയം കളയുന്നുള്ള രീതിയിലെത്തും. ഇതൊന്നല്ല. അതായത് മനസ്സിനാൽ ഗ്രഹിക്കപ്പെടത്തില്ലെന്നും, അതായത് മനസ്സിനാലും രണ്ടു വിധമാണ്. ഒന്ന് മനസ്സിനാൽ ഗ്രഹിക്കുക, രണ്ടാമത്തെ ശബ്ദത്താൽ പറയുക. ശരിയേ? ഞാൻ മനസ്സാന മനുതേ എന്ന് പറയും. യാതൊന്നിനെയാണ് മനസ്സിനാൽ ഗ്രഹിക്കാൻ പറ്റാത്തത്. അതേപോലെ തന്നെ അപ്രാപ്യ നിവർത്തന്തേ മനസാസഹ, ശബ്ദം പോലും അതിനെ പറയാൻ പറ്റാതെ മനസ്സോടുകൂടി നിവർത്തിക്കുന്നു. ഇതിന്റെ അർത്ഥം എന്താ? ആ വസ്തുവിനെ മനസ്സിലാക്കാനും പറ്റത്തില്ല, ആ വസ്തുവിനെ ഇട്ട് പറയാനും പറ്റത്തില്ല, അല്ലേ? ഇതൊരു ഭാഗത്ത് വരും. അടുത്ത ഭാഗത്ത് കാണാം മനസ്സേവാനുദ്രഷ്ടവ്യം നേഹനാനാസ്തി കിഞ്ചന, മനസ്സിനാൽ തന്നെ അറിയണം ഈ അദ്വിതീയ ബ്രഹ്മത്തിൽ ജഗത്തില്ല എന്നുള്ള കാര്യം. അപ്പൊ എന്ത് ചെയ്യും? ടീക്കേ. ഇനി തത് വിജ്ഞാനാർത്ഥം ഗുരുമേവ അഭിഗച്ഛ ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. ഇതാണ് വിരക്തനായവന് അദ്വിതീയ ബ്രഹ്മബോധത്തിന് ഗുരുവിനെ പ്രാപിക്കണം, ഗുരുവിന്റെ അടുത്തേക്ക് പോകണം എന്നുള്ളതിന്റെ വിധി. ഈ വിധിവാക്യത്തിലൂടെ എന്താ പറയുന്നത്? ഗുരുവിന്റെ അടുത്ത് ചെന്നിട്ട് വേണം ഈ അർത്ഥത്തെ മനസ്സിലാക്കാനും. അപ്പൊ ഗുരു പറയാണ്, ഗുരുവിനെ തേടിപ്പോയി, കഷ്ടപ്പെട്ട് ഗുരുവിനെ കണ്ടുപിടിച്ചു. ഗുരുവിന് പറയാനുള്ളതോ, മക്കളെ ഞാൻ തന്നെ കഷ്ടപ്പെട്ടിരിക്കുകയാണ്, ശബ്ദം കൊണ്ട് ഇതൊന്നും കിട്ടത്തില്ലെന്ന്. പിന്നെ എന്തിനാണ് ഗുരുവായിരിക്കുന്നത് ആ ഗുരു? ഇത് അങ്ങനെയായിരുന്നെങ്കിൽ നമ്മുടെ ഉപനിഷത്ത് ഒരിക്കലും സംഭവിക്കത്തില്ലായിരുന്നു. കാരണം ഉപനിഷത്ത് ശബ്ദമാണ്. ശബ്ദത്തിലൂടെ ബോധിപ്പിക്കാൻ പറ്റത്തില്ലായിരുന്നുവെങ്കിൽ ശബ്ദം പ്രവർത്തിക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് ഇവിടെ രണ്ട് ഘട്ടം നമ്മൾ കുറെ ടൈം എടുത്തിട്ടേ പറഞ്ഞു തരത്തുള്ളൂ കേട്ടോ. അത് ഞാൻ പറയാത്തതിന്റെ പ്രശ്നമല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അത്രയും ടൈം എടുക്കുന്നുള്ളത് കൊണ്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടേ വരത്തുള്ളൂ. ഇവിടെ ഞാനിതിന്റെ ഒരു പൊക്കത്ത് കാര്യം പറയാം, പിന്നെ ഡീറ്റെയിൽ ചെയ്യാം. ഇത്രയും മനസ്സിലാക്കുക. ഈ സിദ്ധാന്തത്തില് നമ്മളുടെ പ്രമേയ സൈഡല്ല, ഒന്ന് ചോദിച്ചോട്ടെ, ഇൻറ്റ്യൂട്ടീവ് ആയിട്ട് കിട്ടോ? ഇൻറ്റ്യൂട്ടീവ് ആയിട്ട് ലൈക്ക് ആരും ഒരു എന്താ പറയാ, ഇൻറ്റ്യൂട്ടീവ് നോളജ് എന്ന് പറയില്ലേ, ഒരു ഫീലിംഗ് ആയിട്ട് ബോധ്യമാവുമോ ഇതാണെന്ന് പറഞ്ഞിട്ട്? സത്യം എന്താന്നുള്ളത് ഇൻറ്റ്യൂഷൻ ആയിട്ട് കിട്ടോ? അല്ല, ഇത് അങ്ങനെയൊന്നും അല്ല. അതൊക്കെ നമ്മുടെ ഞാൻ സോക്കോട് ശബ്ദ പ്രയോഗം നടത്താൻ കാരണം അറിയാതെ വെറുതെയെങ്കിലും പറഞ്ഞു നടക്കുന്നതിന്റെ പ്രശ്നം സൊസൈറ്റിക്ക് നന്നായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ചെറുങ്ങനെ പറഞ്ഞത്, ഈ ഭക്തിപ്രസ്ഥാനമൊക്കെ കയറി വന്നപ്പോൾ പറയാനൊക്കെ രസമാണ്, കൈകൂട്ടി ചാടാനൊക്കെ രസമുള്ള പരിപാടിയാണ്. പക്ഷേ നമ്മൾ ഈ ബ്രഹ്മബോധത്തിന്റെ പ്രവൃത്തിക്ക് പകരം മറ്റൊരു വശത്തേക്ക് പോവാണ്. അത് നടപ്പിലാക്കിയ ആൾക്കാർക്ക് അവരുടെ അജണ്ടകളുണ്ട്. ഇവിടെയുള്ള, ഞാൻ പേര് പറയുന്നില്ല, ഇനി പേര് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കരുത്. ഇവിടെയുള്ള മഹത്തായ ഒരു ഭക്തി പ്രസ്ഥാനം നടത്തുന്നത് അമേരിക്കയില എന്നുള്ളത് അറിയാം നിങ്ങൾക്ക്? ഇവിടുത്തെ ഫണ്ട് പോകുന്നത് അങ്ങോട്ടാന്നുള്ള കാര്യം അറിയോ? എത്ര പേർക്ക് അറിയാതൊക്കെ? നമ്മൾ പാവങ്ങൾ ഇവിടെ കിടന്ന് അഞ്ചത്തടിക്കുന്നല്ലാതെ ഇതിനൊക്കെ ചലായിക്കാൻ പിറകിൽ നിന്നിട്ട് റൺ ചെയ്യിക്കാനായിട്ട് വലിയൊരു മാഫിയ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഒന്നും അറിയാത്ത പാവങ്ങൾ മാത്രമാണ് ഇതിൽ ഇതൊക്കെ സത്യം എന്ന് വിചാരിച്ച് നടക്കുന്നത്. ഇതൊക്കെ വലിയൊരു ഗ്യാങ് വർക്കിലാണ് നടക്കുന്നത്. ഇതിന്റെ ഏറ്റവും ശുദ്ധമായിരിക്കുന്ന അദ്വിതീയ ബോധത്തിന് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്തൊക്കെയാവുന്നു? അവൻ റബലായി, അവൻ നാട്ടിലും വീട്ടിലും വേണ്ടാത്തവനായി. പക്ഷെ ഈ കുട്ടിക്കളിയും കളിച്ച് നടന്നാൽ അതാണ് എല്ലാം. അന്നപ്പോ എന്ത് പറ്റും? നമ്മളോട് പറയാണ്, ശബ്ദം കൊണ്ടൊന്നും കിട്ടൂലട്ടോ. ഇത് പറയുന്ന ആൾക്ക് കിട്ടിയിട്ടുണ്ടോ? അപ്പൊ തിരിച്ചെന്നോട് ചോദിക്കുക, നിനക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഞാൻ ശബ്ദമായിരിക്കുന്ന പ്രമാണത്തെ വെച്ചാ പോകുന്നത്. ഇതിനെ ചോദ്യം ചെയ്യാൻ പറ്റും, ഇവിടെ ചോദ്യം ചെയ്തു. എങ്ങനെ? ശബ്ദത്തിനെ സംബന്ധിച്ച് ഇവിടെ എന്റെ ഗുരുജ്ഞാനി, ആ ഗുരുജ്ഞാനി എന്നും പറഞ്ഞ ആരെയും പ്രൊമോട്ട് ചെയ്യാനോ അവര് പറഞ്ഞ വാക്യത്തിലൂടെ അർത്ഥത്തെ ബോധിപ്പിക്കാനോ അല്ല ശ്രമം. ഇത് ശാസ്ത്രം പ്രമാണമായി നിന്നുകൊണ്ട് അവിടെയാണ് ചർച്ച.
നിങ്ങൾക്ക് വിരോധമുണ്ടെങ്കിൽ പറയേണ്ടത്. അതാണല്ലോ നമ്മൾ ഇനിയിപ്പോൾ പൂർവപക്ഷി ഇവിടെ പ്രസംഗം അവതരിപ്പിക്കുന്ന നേരം വേദാന്ത സിദ്ധാന്തമായിട്ട് വിരോധമാണ് അവർ കാണിക്കുന്നത്. അവർക്ക് ഈ വേദാന്ത സിദ്ധാന്തം മനസ്സിലാവാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം നടക്കത്തില്ല എന്ന് പറയുന്നത്. അവിടെയാണ് വേദാന്തം ശബ്ദപ്രമാണം വെച്ച് സമർത്ഥിച്ചെടുക്കുന്നത്. അപ്പൊ ശബ്ദപ്രമാണമായിട്ട് തീരെയും മനസ്സിലാകില്ല എന്ന് പറഞ്ഞിട്ട് തർപ്പിച്ച് പറയുന്നു. അതാണ് രണ്ടും പറയും. അപ്പൊ നമ്മള് അങ്ങനെയല്ലത്. അത് അല്ല, അപ്പൊ മുന്നോട്ടുള്ള ക്ലാസ്സിൽ ഇത് മനസ്സിലാവും നമുക്ക് എങ്ങനെയാന്ന് പറഞ്ഞിട്ട്. മനസ്സിലാവും. അല്ല, മനസ്സിലാവുന്നില്ല. ഇത് വലിയ ചിലർക്ക് മാത്രം മനസ്സിലാവുന്ന കാര്യമൊന്നുമല്ല. ആർക്കും പ്രയത്നിച്ച ആർക്കും മനസ്സിലാവും. പക്ഷെ അവിടെയും പ്രശ്നം പരിവട്ടമുണ്ട്. നമ്മൾ എന്താണ് പറയത്തില്ലേ, കയ്യിലുള്ള വിടത്തുള്ള ഉത്തരത്തിൽ എടുക്കാൻ വേണമെന്ന് പറഞ്ഞ പോലെ ഇത് രണ്ടും കൂടി നടക്കത്തില്ല. ഒരു വശത്തേക്ക് മാറണം എന്നുള്ളതാണ്. ഒരു വശത്തേക്ക് മാറുക എന്നുള്ളതേ. അതിനു വേണ്ടി നമ്മൾ ചർച്ച വയ്ക്കുന്നത്, ചർച്ച മുന്നോട്ട് പോകുക. നിങ്ങൾ അയ്യോ ഇത് തന്നെ സ്വീകരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെ വരുന്ന ചർച്ചയാണ്. അപ്പൊ ചർച്ചയിലൂടെ നമുക്ക് കാര്യം കണ്ടെത്താതെ ഏത് വഴിയെ പോകുന്നെന്നുള്ളത്, എന്നിട്ട് തീരുമാനിച്ചാൽ മതി എങ്ങനെയാണെന്നുള്ളത്. അല്ല, അത് നമ്മളെ ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നുണ്ടല്ലോ, നിങ്ങളെ ബുദ്ധിക്ക് അനുസരിച്ചിട്ട് മാത്രമേ അത് തീരുമാനിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ സ്വന്തം മനസ്സിലാക്കി, നമ്മളെല്ലാം സീക്കേഴ്സ് ആണല്ലോ ഹിന്ദുയിസത്തിൽ. അതെ, അതാണ് അതിന്റെ രീതി. ഇവിടെ അപ്പൊ സീക്കേഴ്സിന് വഴി പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അല്ലെ, സീക്കേഴ്സിന് വഴി പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. ബാക്കിയൊക്കെ നമ്മൾ ഗ്രഹിച്ചോളാം എന്നുള്ളതാണ് അല്ലെ. അത് ബുദ്ധിയുടെ സാമർത്ഥ്യം, പൂർവ്വപുണ്യം, കുറെ ഘടകങ്ങൾ ഇവിടെ ഉണ്ട്. പറയുന്ന ആളുകൾക്ക് അറിയാമെന്ന് കരുതിയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ ഇത് മനസ്സിലാക്കിക്കൊള്ളുന്ന നിർബന്ധമൊന്നുമില്ല. ഭാഷ്യകാരൻ ഇരിക്കുന്ന സമയത്ത് പോലും 4 മക്കള് തമ്മിലടിച്ച് ജീവിച്ചാറില്ലേ? അങ്ങനെയാണല്ലോ പഞ്ചപാതിക എന്നുള്ളത് ഗ്രന്ഥം വേറെ കയ്യിലേക്കും വാർത്തികം വേറെ കയ്യിലേക്കൊക്കെ പോകുന്നത്. അതുകൊണ്ട് ഒരാളങ്ങോട്ട് ജ്ഞാനി ആയതുകൊണ്ട് അതിന്റെ പരമ്പര മൊത്തം ജ്ഞാനിയായിരിക്കുമെന്നോ ഒന്നുമില്ല. നമ്മൾ ഈ ജഗത്തിനെ ഇത്രയൊക്കെ കണ്ടാൽ മതി. ഇവിടെ വല്ല ഐതിഹാസികമായിരിക്കുന്ന കാര്യമൊന്നും മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഇനി പോയിന്റിലേക്ക് വന്നോ. ശബ്ദത്താൽ ഗ്രഹിക്കപ്പെടുവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഗ്രഹിക്കും. അതിനു വേണ്ടിയാണ് ശബ്ദപ്രയോഗം നടത്തുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നത് പ്രമാണം സംസാരിക്കും. അപ്പം പ്രത്യക്ഷം, അനുമാനം, ആഗമം, ഉപമാനം, അർത്ഥാപത്തി, അനുപലബ്ധി എന്നിങ്ങനെ 6 പ്രമാണമുണ്ട്. അതിൽ ഒരു പ്രമാണമാണ് ഈ ശബ്ദം. ഈ ശബ്ദത്താൽ ഉണ്ടാവുന്ന ജ്ഞാനം പ്രത്യക്ഷവുമാവാം പരോക്ഷവുമാവാം. അതെങ്ങനെയാ മാറുന്നത്? അത് മനസ്സിലാക്കപ്പെടുന്ന വസ്തുവിന്റെ യോഗ്യതയ്ക്കനുസരിച്ചാണ് അത് പ്രത്യക്ഷമായി മാറുമോ അല്ല പരോക്ഷമായി മാറുമോ എന്ന് പറയുന്നത്. ഈ പ്രത്യക്ഷത്തിന്റെ വേറൊരു പേരാണ് അപരോക്ഷം അഥവാ സാക്ഷാത്കാരം എന്നൊക്കെ. ചിലർ പറയും ശബ്ദത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ജ്ഞാനം ഉണ്ടാവും, പക്ഷേ അത് അപരോക്ഷാവൂല. ഇതൊക്കെ വെറും ശാസ്ത്രബോധം ഇല്ലാത്ത ആൾക്കാരുടെ തട്ട് മാത്രമാണ്. സ്വാമിജി ഒന്ന് അപരോക്ഷ ശബ്ദത്തിനും സ്വാമിജി ഒന്ന് ചോദിച്ചോട്ടെ, പരോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ശബ്ദം പ്രത്യക്ഷവും പരോക്ഷവും എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല പറഞ്ഞു വരാം. നിങ്ങൾ ചോദ്യം ചോദിക്കണ്ട, ഞാൻ ഇങ്ങനെ സീക്വൻസ് ഒക്കെ വിഷയമില്ല. ഞാൻ ഇതിന്റെ ഒരു സ്ഥിതി അറിയാനുണ്ട്. ഇതൊക്കെ പറയും. അതായത് ഇതിനൊക്കെ നമ്മൾ ആദ്യം സമീപിക്കുന്നത് നൈയായികന്റെ രീതികളാണ്. നൈയായികൻ പറയും ഇന്ദ്രിയ അർത്ഥ സന്നികർഷം ജന്യ ജ്ഞാനം പ്രത്യക്ഷം. ഇന്ദ്രിയങ്ങളായിരിക്കുന്ന ചക്ഷുരാദികളാലും നിങ്ങളെ മൈക്ക് ഇത് റിവോണ്ട് ചെയ്യുന്നുണ്ട്. ഇന്ദ്രിയവും അർത്ഥവും, അർത്ഥം എന്ന് പറയുന്ന വിഷയം. ഇപ്പോൾ നമ്മളൊരു പുസ്തകത്തെ കാണുന്ന സമയത്ത് ഈ പുസ്തകമായിട്ടുള്ള എന്റെ ചക്ഷുവിന്റെ കണ്ണിന്റെ സന്നികർഷം, സംയോഗം എന്നുള്ള സന്നികർഷം നടക്കുന്നത് കൊണ്ട് ഈ പുസ്തകത്തെ എനിക്ക് മനസ്സിലാക്കാം, പ്രത്യക്ഷീകരിക്കാം. ഈ പുസ്തകത്തിലിരിക്കുന്ന രൂപത്തെ എനിക്ക് സംയുക്ത സമവായ സംബന്ധത്താൽ ഗ്രഹിക്കാം. രൂപത്തിലിരിക്കുന്ന രൂപത്വത്തെ സംയുക്ത സമവേത സമവായ സംബന്ധത്താൽ ഗ്രഹിക്കാം എന്ന് നൈയായികൻ പറയും. ഇവിടെ നമ്മൾ അത്രയും കൂടുതൽ ചർച്ചയൊന്നും ഇടൂല. ജ്ഞാനത്തിലെ വിഷയം ആധ്യാത്മിക താതാത്മ്യ സംബന്ധത്തിലിരിക്കും. നിങ്ങളെ ഉപനിഷത്തിലോ ടീക്കയിലൊന്നും വരത്തില്ല, അത് അദ്വൈത സിദ്ധി പ്രകമാണ്. എന്നാലും നിങ്ങൾ ഇപ്പോഴേ കേട്ടുപിടിച്ചോ, കാരണം പ്രക്രിയ വരുന്നത് എങ്ങനെയൊക്കെയാണ് വരേണ്ടത്. അപ്പം ഇന്ദ്രിയവും ഏതിന്ദ്രിയാണെങ്കിലും, കാരണം ഗന്ധത്തെ ഗ്രഹിക്കണമെങ്കിൽ ഘ്രാണേന്ദ്രിയത്തിന് ഗന്ധം ഇരിക്കുന്ന ദ്രവ്യവും ആ ദ്രവ്യമായിട്ട് ത്വക്കിനാണ് സംബന്ധം. ഘ്രാണേന്ദ്രിയത്തിന് ആ വസ്തുവിലെ ഗന്ധവുമായിട്ട് സംബന്ധം നേരിടും. അപ്പോഴാണ് നമ്മൾ ഗന്ധത്തെ ഗ്രഹിക്കുന്നത്. ഇങ്ങനെയുള്ള ജ്ഞാനത്തെയാണ് നമ്മൾ പ്രത്യക്ഷം, സാക്ഷാത്കാരം എന്നൊക്കെ പറയുന്നത്.
ബാക്കി എല്ലാ ജ്ഞാനവും പരോക്ഷമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് പർവ്വതത്തില് ധൂമത്തെ കണ്ടിട്ട് വന്യ അനുമാനം നടത്തുന്ന സ്ഥലത്ത് വന്നി ചെറുതാണോ വലുതാണോ എന്നൊന്നും മനസ്സിലാകാൻ പറ്റത്തില്ല. പക്ഷെ വന്യത്വാവച്ചിന് ഏതോ ഒരു വന്നി ഉണ്ട് എന്ന് മാത്രമേ മനസ്സിലാക്കൂ. അന്നപ്പോൾ ആ വന്യജ്ഞാനത്തെയാണ് നമ്മൾ പരോക്ഷം എന്ന് പറയുന്നത്. അതിന്റെ രൂപഘടന ഒന്നും മനസ്സിലായിട്ടില്ല. ഇതുപോലെ തന്നെയാണ് ബാക്കി എല്ലാ പരോക്ഷ സ്ഥലത്തും. ഇപ്പൊ ശബ്ദത്തിൽ നിന്ന് പരോക്ഷജ്ഞാനം ഉണ്ടാകുമ്പോഴും ഇത്രേ വരത്തുള്ളൂ. ഇനി ഈ വൈദിക വാക്യത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകുന്ന സമയത്ത് തത്വമസ്യാദി വാക്യങ്ങളിലൂടെ ബോധം ഉണ്ടാകുമ്പോഴും ഈശാവാസ്യം ഇത്യാദി മന്ത്രങ്ങളിലൂടെ ബോധം ഉണ്ടാകുമ്പോഴും ഇതിനെയും നമ്മൾക്ക് രണ്ടാക്കാം. ശബ്ദത്തിൽ നിന്ന് ആദ്യം ജനിക്കുന്ന ജ്ഞാനം പരോക്ഷമെന്നും ഇതിനെ നിധിധ്യാസനത്തിലൂടെ അപരോക്ഷമാക്കാമെന്നും അർത്ഥം. അതെങ്ങനെയാണ്? അത് വസ്തുവിന്റെ യോഗ്യതയ്ക്കനുസരിച്ചാണ് പറയേണ്ടത്. ഇതാണ് നമ്മൾ 2 ക്ലാസ് മുന്നേ പറഞ്ഞിരുന്നു. ദശമസ്തമസി എന്നുള്ള സ്ഥലത്തും ഈ പരോക്ഷവും അപരോക്ഷവും കാണാൻ പറ്റും. അതായത് ഒരു 10 പേര് ഒരു നദി നീന്തി കിടക്കുകയാണ്. വളരെ രാത്രി ആവാനായി കണ്ണ് കാണാൻ പറ്റാത്ത രീതിയിൽ വരുമ്പോൾ സന്ധ്യ മയങ്ങി രാത്രിയിലേക്ക് കയറുകയാണ്. ആ സമയത്ത് നദി നീന്തി കിടക്കുന്നതിനിടയിൽ ഒഴുക്കും വന്നു. എങ്ങനെയൊക്കെയോ ഈ 10 പേര് കരപറ്റി. അവിടുന്ന് അവര് എണ്ണി നോക്കുകയാണ്. എണ്ണുന്നേരം ആരെണ്ണിയാലും 9 കിട്ടത്തുള്ളൂ. കാരണം എണ്ണുന്നവരെല്ലാം തന്നെ ഒഴിവാക്കിയിട്ട് എണ്ണും. എന്നാൽ അവൻ ആ സമയത്ത് 10ാമനായിരിക്കുന്ന ജ്ഞാനമില്ലേ ഉണ്ട്. 10ാമനല്ലേ എണ്ണുന്നത്. എണ്ണുന്നിടത്തം വേണ്ടേ? പക്ഷെ ആ ജ്ഞാനം ആ സമയത്ത് ഇല്ലാത്തത് കൊണ്ടാണല്ലോ തിരയുന്നത് ആരാന്നുള്ളത്. അപ്പൊ വഴിപോക്കനാണ് പറയുന്നത് ദശമസ്തമസി, ദശമൻ നീയാണ്. ഈ സമയത്ത് ദശമൻ ഞാനാണെന്നുള്ളത് കണ്ട് മനസ്സിലാക്കിയല്ലത്. കണ്ടവൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ പണ്ടേ മനസ്സിലാക്കിയാൽ. മനസ്സിലായോ? അപ്പോൾ ശബ്ദത്തിൽ നിന്ന് ഞാനാണ് ദശമൻ എന്നുള്ളത്, ഞാൻ ദശമനായത് ഞാൻ എനിക്ക് അപരോക്ഷമായിട്ട് കൊണ്ടാണ് ദശമനായത്. ഇങ്ങനെ ശബ്ദത്തിൽ നിന്ന് അപരോക്ഷ ജ്ഞാനവും ഉണ്ടാവും. പരോക്ഷ ജ്ഞാനം സ്വാഭാവികമാണ്. അതുകൊണ്ട് ശബ്ദത്തിന്റെ സാമർത്ഥ്യം എന്നുള്ളത് അപരോക്ഷ ജ്ഞാനങ്ങളെ ജനിപ്പിക്കാം എന്നുള്ളത്. ഇനി നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് വന്നാല് ശബ്ദത്തിൽ ഒരു മതമാണ്, രണ്ട് മതമുണ്ട്. ശബ്ദത്തിൽ നിന്ന് വൈദിക തത്വമസ്യാദി ശബ്ദത്തിൽ നിന്ന് ആദ്യം പരോക്ഷജ്ഞാനം ഉണ്ടായ ശേഷം മരണ നിരുധ്യാസനങ്ങളിലൂടെ അതിന് അപരോക്ഷതയിൽ എത്തിക്കാമെന്ന് ഒരു മതം. പക്ഷെ ഇവിടെ വിവരണാധികാരന്മാർ ചോദിക്കുന്നത് ഇത് വാർത്തിക പ്രസംഗമാണ്. അതായത് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ എന്നാണ് നിങ്ങളുടെ ബൃഹദാരണ്യക പങ്ക്തി. സാക്ഷാത് അപരോക്ഷം എന്നുള്ളത് സാക്ഷാത് അപരോക്ഷം എന്നർത്ഥം ചെയ്യും. സാക്ഷാത് അപരോക്ഷം എന്ന് പറഞ്ഞാൽ പ്രമാണമില്ലാതെ തന്നെ അപരോക്ഷമായിട്ട് ഞാൻ എന്ന് ഭാസിക്കുന്ന വസ്തു അല്ലേ ഈ ആത്മ. ഇവിടെയാണ് നിങ്ങൾക്ക് ഇനി വർക്കൗട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഞാനെന്ന് പല രീതിയിൽ ഭാസിക്കും. അത് ഞാൻ ഡീറ്റെയിൽ ചെയ്യുന്നില്ല, ഞാൻ ഈ വിഷയത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഭാസിക്കുന്ന വസ്തു എങ്ങനെ പരോക്ഷമാവും? അപ്പൊ ശബ്ദത്തിൽ നിന്നും വസ്തുവിന്റെ ബോധം അപരോക്ഷമേ ഉണ്ടാവത്തുള്ളൂ. കാരണം ഞാൻ എന്നും അപരോക്ഷമാണ് എനിക്ക്. അപ്പൊ അത് പറഞ്ഞ ശരിയാണ്, ഇവിടെ പരോക്ഷം വെക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ശബ്ദത്തിൽ നിന്ന് അന്നേരം തന്നെ ഞാൻ ഉണ്ടാവാത്തത്? അതിനുത്തരം ഈ അജ്ഞാനനാശകനായിരിക്കുന്ന ജ്ഞാനം കേവലം അപരോക്ഷമായിട്ടല്ല വേണ്ടത്, ദൃഢ അപരോക്ഷമായിട്ട് വേണം. ആ ദൃഢ അപരോക്ഷതയിൽ എത്തിക്കാൻ വേണ്ടിയാണ് മരണ നിധിധ്യാസനങ്ങൾ നമ്മൾ ചെയ്യുന്നത്. പിടികിട്ടിയ? അപ്പൊ ഇവിടെ 2 മതമാണ്. ഒന്ന് ആദ്യം പരോക്ഷജ്ഞാനം മരണ നിധിധ്യാസനത്തിലൂടെ അപരോക്ഷം. 2ാം പക്ഷത്തില് ആദ്യം തന്നെ അപരോക്ഷമാണ്, പക്ഷെ അജ്ഞാനത്തെ നശിപ്പിക്കാനുള്ള സാമർത്ഥ്യം ആ അപരോക്ഷജ്ഞാനത്തിന് ഇല്ല എന്നുള്ളത് കൊണ്ട് പിന്നെയും മരണ നിധിധ്യാസനം നടത്തിയിട്ട് അതിനെ ദൃഢാപരോക്ഷമാക്കി കഴിഞ്ഞാൽ അത് അജ്ഞാനത്തെ നിവർത്തിപ്പിക്കും. ഇങ്ങനെ അജ്ഞാനത്തെ നിവർത്തിപ്പിക്കുന്ന ഈ ജ്ഞാനം അത് അന്ധകരണത്തിന്റെ, അതായത് ബുദ്ധിയുടെ വൃത്തിയാണോ അല്ല ഏതെങ്കിലും ഒരു ഗുരു ശിരസിൽ കൈവെക്കുന്ന നേരം സംഭവിക്കുന്നതാണോ? അത് നിങ്ങൾക്ക് കണ്ടറൊക്കെ നടത്തട്ടോ. ഞാൻ മനസ്സിലാക്കിയത് പറയട്ടെ. ചില നിധിധ്യാസത്തിൽ കൂടെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മളെ മനസ്സിലേക്ക് അതിലേക്ക് കൊണ്ടുപോകുമ്പോ കിട്ടുന്നതായിരിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെ? റിപ്പീറ്റഡ്ലി നമ്മൾ നിധിധ്യാസം ചെയ്യുമ്പോ അല്ല, അങ്ങനെയല്ല. അതായത് നിങ്ങൾ അറിഞ്ഞ വസ്തു സെയിം ആണ്. നിങ്ങൾ ഈ ശബ്ദത്തിൽ നിന്ന് അറിഞ്ഞ അതേ വസ്തുവിനെ തന്നെയാണ് നിങ്ങൾ ദൃഢാപരോക്ഷത്തിൽ. വസ്തുവിന് മാറ്റമൊന്നുമില്ല, വസ്തു മാറുമൊന്നുമില്ല, പക്ഷെ ദൃഢമാവുന്ന മാത്രമേ ഉള്ളൂ. ചെറിയ വ്യത്യാസം. വസ്തു നിധിധ്യാസനം ചെയ്യുന്നേരം, അതായത് 3 ഘട്ടം: ശ്രവണം, മനനം, നിധിധ്യാസനം.
വ്യത്യാസം. വസ്തു എന്നുള്ള ബ്രഹ്മവസ്തുവാണ്, ബ്രഹ്മസ്വരൂപം, തന്റെ തന്നെ സ്വരൂപം. ഒരു ചോദ്യം മനസ്സിലൂടെ. അന്നപ്പോൾ ഈ നിധിധ്യാസന സ്ഥലത്ത് പുതിയൊരു വൃത്തി ഉത്പന്നമാകത്തില്ല. ശ്രവണത്തിലും മനനത്തിലും ഉത്പന്നമായിരിക്കുന്ന വൃത്തിയുടെ നിരന്തര പ്രവാഹം മാത്രമാണ് നിധിധ്യാസനം. അതെ അത് ദൃഢമായിട്ടും അദൃഢമായിട്ടും വരുന്നു എന്ന് മാത്രം. പുതിയ വൃത്തി വരത്തില്ല ഇവിടെ. അതെ ഇവിടെ കിട്ടിയോ? അതെ അതെ മനസ്സിലായോ? അതെ അതുകൊണ്ടാണ് നമ്മൾ ജ്ഞാനത്തിലൂടെ ജ്ഞാനത്തിൽ എത്തൂല എന്ന് പറയാൻ അതെ കാരണം. അത് വേറെ ഉണ്ട്, പല രീതിയിൽ സംസാരിച്ചു പോകട്ടോ. അതെ ഓക്കെ. സോറി, ഉപാസനയെ കട്ട് ചെയ്യാൻ കാരണം ഇതിന്റെ എന്താണ് വിചാരത്തിന്റെ രീതി തന്നെ വേറെയാണ്. പക്ഷേ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും ഉടക്കാൻ തുടങ്ങും ആൾക്കാർ. അതങ്ങനെ ഞങ്ങൾ ഉപാസകന്മാര് ഭയങ്കരനാന്ന് പറഞ്ഞിട്ട് ഇതൊന്നല്ല. നിങ്ങൾ ഇതിന്റെ ചിന്താ പദ്ധതി നോക്കുക, അന്നേരം മനസ്സിലാവും. ശ്രവണം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, ഇത്രയും ഭാഷ്യത്തിലൂടെ മൊത്തം പോയിട്ട് വസ്തുവായിരിക്കുന്ന ബ്രഹ്മത്തെ ശബ്ദത്തിൽ നിന്ന് അറിയുക എന്നുള്ളതാണ് ശ്രവണം. അറിയുക എന്നുള്ളതാണ്, കേൾവിയല്ല ശ്രവണം. അശേഷണം വേദാന്താനം എന്ന് പറയുന്നുണ്ട്. വേദാന്തത്തെ മൊത്തം നിങ്ങൾ കേട്ട് അതിന്റെ അർത്ഥത്തെ നിർണയിക്കാൻ പറ്റുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അത്രയും പറഞ്ഞു തരാൻ പറ്റുന്ന ഒരാളെടുത്ത് നിന്ന് വേണം ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് നിർണയിക്കേണ്ടത്. അല്ലാതെ മക്കളെ ബുദ്ധി കൊണ്ട് പ്രയത്നിച്ചാൽ കിട്ടൂല എന്ന് പറയുമ്പോൾ ഇട്ടേച്ച് പോകേണ്ട സാധനം അല്ലത്. പറഞ്ഞ മനസ്സിലാവേണ്ടത് എങ്ങോട്ടാണെന്നുള്ളത്. ഇത് ബുദ്ധിയുടെ വ്യായാമം തന്നെയാണ്. ബുദ്ധിയുടെ വൃത്തി മാത്രമാണ് അജ്ഞാനത്തിന്റെ നിവർത്തകനായിരിക്കുന്ന ബ്രഹ്മജ്ഞാനം. അല്ലാതെ ബ്രഹ്മസ്വരൂപമല്ല ബ്രഹ്മജ്ഞാനം. ബ്രഹ്മസ്വരൂപത്തെയും ബ്രഹ്മജ്ഞാനം എന്ന് പറയാം. അത് അജ്ഞാനത്തെ നിവർത്തിപ്പിക്കത്തില്ല. ആ ബ്രഹ്മസ്വരൂപജ്ഞാനം അജ്ഞാനത്തെ നിവർത്തിപ്പിക്കുമായിരുന്നു എങ്കിൽ ഒരിക്കലും അജ്ഞാനം ഉണ്ടാകത്തില്ലായിരുന്നു. എന്തുകൊണ്ടാ? സ്വരൂപം അജ്ഞാനത്തെ നിവർത്തിപ്പിക്കുമായിരുന്നെങ്കിൽ ഒരിക്കലും അജ്ഞാനം ഉണ്ടാകത്തില്ലായിരുന്നു. എന്തുകൊണ്ടാ? അത് നമ്മളെ ജ്ഞാനത്തിൽ നിൽക്കുന്നില്ല, അത് ജസ്റ്റ് പാസിങ് അങ്ങനെ ഇത്രയൊന്നും ചിന്തിക്കേണ്ട. ചെറിയ കാര്യങ്ങൾ ഞാൻ വലിയ വലിയ കാര്യങ്ങളൊന്നും ആരോടും ചോദിക്കത്തുമില്ല. റിപ്പീറ്റഡ് ആയിട്ട് മനനം ചെയ്തിട്ട് അതിലെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴാണോ? അല്ലല്ല, ഒന്നുമില്ല. വേറെ സിമ്പിൾ, വളരെ സിമ്പിൾ. നിങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾ കാട് കയറി ചിന്തിക്കാതെ അവിടെ നിന്നാ മതി സംഭവത്തിൽ. ഞാൻ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. ബ്രഹ്മസ്വരൂപം അജ്ഞാനത്തെ നശിപ്പിക്കുമായിരുന്നു എങ്കിൽ എന്താണ് ദോഷം എന്നുള്ളതാണ്. ബ്രഹ്മസ്വരൂപം അനാദിയായിട്ടുള്ളതല്ലേ? അപ്പൊ ആ അനാദിയായിരിക്കുന്ന വസ്തു നിങ്ങളുടെ അജ്ഞാനത്തെ നശിപ്പിക്കായിരുന്നു എങ്കിൽ അജ്ഞാനം എപ്പോ ഉണ്ടാവാനാ? ഒരിക്കലും ഉണ്ടാകത്തില്ലായിരുന്നു. അവൻ നശിപ്പിച്ചു കളഞ്ഞേനെ. അജ്ഞാനമേ ഇല്ല, അജ്ഞാനമേ നിലനിൽക്കത്തില്ല. അതുകൊണ്ട് എന്തിനാണ് ഇത് എനിക്ക് ഇത്രയും മെനക്കെട്ട് വരുന്ന? ചില ഗുരുക്കന്മാര് പറയുന്നുണ്ട് ബുദ്ധിയുടെ വ്യായാമം അല്ല ഇത്, കിട്ടൂല എന്ന് തർക്കിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അതും മാസിനോടാണ് ഇവർ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അത്രയും ആൾക്കാർ കേട്ട് വിശ്വസിച്ചാല് നമുക്ക് പാടാണ് ഇതൊക്കെ എടുത്ത് കൊണ്ടുപോകാൻ. അപ്പൊ ഇതാദ്യം ഗീതയിൽ പറയുന്നുണ്ടല്ലോ ബുദ്ധിഗ്രാഹി മതീന്ദ്രിയം. അതെ, അതും ഞാൻ ആദ്യം പറഞ്ഞിട്ടല്ലേ വന്നത്. ജ്ഞാനത്താൽ കിട്ടത്തില്ല, അതായത് ബുദ്ധിയാൽ ഗ്രഹിക്കാൻ പറ്റത്തില്ല, എന്നാൽ ബുദ്ധിയാൽ ഗ്രഹിക്കാൻ പറ്റും. രണ്ട് വാക്യങ്ങളുണ്ട്, ഇത് രണ്ടും കോൺട്രഡിക്റ്റിംഗ് ആണ്. ഇതിന്റെ മനസ്സിലാക്കുക എന്നുള്ളത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകാം. ഇതെല്ലാത്തിനും ഉത്തരവുണ്ട്, എല്ലാറ്റിനും ഉത്തരവുണ്ട്. പക്ഷേ പ്രക്രിയ ഗ്രന്ഥങ്ങളിലല്ലാതെ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിൽ ഇതിനൊന്നിനും ഉത്തരവില്ല. ഉപനിഷത്തിൽ ഇതിന് ഉത്തരം കിട്ടാൻ പാടാ. ഇതിനു വേണ്ടിയാണ്, അതുകൊണ്ടൊക്കെ ഈശ്വരന്റെ കൃപ എന്ന് വിചാരിച്ചോ. എങ്ങനെ ഈ മൊത്തം നിങ്ങളുടെ ഉത്തരമീമാംസയെ ഖണ്ഡനം നടത്തിക്കൊണ്ടാണ് ശതദൂഷണി കയറി വരുന്നത്. ആ ശതദൂഷണിയുടെ വ്യാഖ്യാനമാണ് ന്യായാമൃതം. ആ ന്യായാമൃതത്തിന്റെ ഖണ്ഡനമാണ് അദ്വൈത സിദ്ധി. ഈ അദ്വൈത സിദ്ധി പഠിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ പ്രക്രിയ സൈഡ് നിങ്ങൾക്ക് ക്ലിയർ ആവത്തുള്ളൂ. അദ്വൈത സിദ്ധി മാത്രമല്ല കേട്ടോ, അദ്വൈത സിദ്ധി പോലെ പല ഗ്രന്ഥമുണ്ട്. അദ്വൈത സിദ്ധി ഉണ്ട്, ചിത്സുഖി ഉണ്ട്, ഖണ്ഡനഖണ്ഡകാദ്യം ഉണ്ട്, സിദ്ധാന്ത ബിന്ദു ഉണ്ട്, ഇഷ്ടം പോലെ ഒരു റിക്വസ്റ്റ്, ഇങ്ങനത്തെ പുസ്തകങ്ങളെ പേരൊന്ന് എല്ലാവർക്കും വേണ്ടിട്ട് ഒന്ന് ഇടാവോ? ഞാൻ ഋഷികേശിൽ താമസിക്കുമ്പോ 2000 കുറെ മുന്നേ കേട്ടോ, 2004-05 അപ്പൊ ഒരു തമിഴ്നാട് എന്നുള്ളൊരു ബ്രഹ്മചാരുണ്ടായിരുന്നു. അവർ നീ കുറെ നല്ല പുസ്തകത്തിന്റെ ഒരു പേര് പറ, അതൊക്കെ വാങ്ങിക്കൊണ്ടുവച്ച് കക്ഷി. ഇത് പുസ്തകം വാങ്ങിക്കൊണ്ടുവച്ചൊരു കാര്യം, അതായത് നമുക്ക് മെല്ലെ പഠിച്ചെടുക്കാം. ഇത് എത്തുന്നവരെ ഇതിന്റെ സീക്വൻസിൽ പഠിച്ചു പോകാനും പറ്റത്തില്ല. ആ അദ്വൈത സിദ്ധി പഠിക്കണമെങ്കിൽ ആദ്യം ന്യായം പഠിക്കണം. ന്യായത്തില് മാത്രമായിട്ട് നിങ്ങളൊരു 3 വർഷം കൊടുക്കാൻ പറ്റുമെങ്കിൽ അതിലും നിങ്ങൾക്കതില് അല്ലെ പഠിക്കാം. അദ്വൈത സിദ്ധി പഠിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്റെ ക്ലാസ്സിൽ പലരും പഠിക്കുന്നുണ്ട്, ന്യായം കാണാത്ത ആൾക്കാരും പഠിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് നന്നായിട്ട് അവിടെ മനസ്സിലാവണമെങ്കിൽ ഇവിടെ നല്ല നൈയായികൻ വടു നിർണയമായിരിക്കണം.
ഇല്ലെങ്കിൽ അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവിടുത്തെ പങ്ക്തി പോകുന്നതേ ജഗത് മിഥ്യാ ദൃശ്യത്വാദ് പരിച്ഛിന്നത്വാദ് ആദ്യന്തവത്വാദ് എന്ന് പറഞ്ഞു പോവുകയാണ്. ബ്രഹ്മജ്ഞാനിതര ബാധ്യത സതി സത്വന പ്രതീത്യർഹം ചിദ്ഭിന്നം പ്രതിപന്നപാദം ത്രൈകാല നിഷേധ പ്രതിയോഗി നവ എന്ന് പറഞ്ഞാല് ഇനി അതിൽ സാധ്യത പക്ഷേത എന്നൊന്നും പറഞ്ഞു കൊടുക്കത്തില്ല. അതൊക്കെ സ്വന്തം നിലയ്ക്ക് നോക്കിക്കോളൂ. അതിന്റെ ലെവൽ വിട്ടിട്ട് അവിടുന്ന് അങ്ങോട്ട് സംസാരിക്കത്തുള്ളൂ. അപ്പോ നമ്മൾക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം അറിയെങ്കിൽ മാത്രമേ ആ ക്ലാസ്സിൽ കയറി ഇരുന്നാൽ എന്തെങ്കിലും മനസ്സിലാകത്തുള്ളൂ. നിങ്ങൾക്കത് കുറച്ച് ചിലപ്പോൾ അനുമാനം ഒന്ന് വരും. ഇവിടെ ചെറിയൊരു അനുമാനം, അവിടെ മഹാവിദ്യാനുമാനം കൊണ്ടിട്ട് കളിക്കും. ठीक യാതൊരു പരമാത്മാവിലാണോ ഈ ജഗത്ത് മൊത്തം വ്യാപിക്കപ്പെട്ടിരിക്കുന്നത്? കർമ്മണപ്രയോഗത്തിൽ വരുമ്പോൾ യാതൊരു പരമാത്മാവാണ് ഈ ജഗത്ത് മൊത്തം വ്യാപിച്ചത്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഒരു കർത്തരിയിൽ വന്നാൽ ഏതൊരു പരമാത്മാവാണ്. ഇത് കർമ്മണി പ്രയോഗമാണ്, ഏന എന്നാണ്. ठीक പാസീവ് വോയിസിലാണ് വരുന്നത്. ഏന ആത്മന പരേണ ഒരേപോലെ പോവുകയാണ്. വിശേഷങ്ങളാണ്. യാതൊരു പരമാത്മാവിനാൽ ഈ വിശ്വം ജഗത്ത് മൊത്തം വ്യാപിച്ചിരിക്കുന്നുവോ ആ പരമാത്മാവ് ഞാനാകുന്നു. ഞാൻ സാക്ഷിയും ദേഹദ്വയത്തോടു കൂടിയവനും ദേഹവും ദേഹത്തിന്റെ ഗുണങ്ങൾ ഇല്ലാത്തവനുമാകുന്നു. ദേഹവും ദേഹത്തിന്റെ ഗുണങ്ങളും ഇല്ലാത്തവനാകുന്നു. അതിന് മുന്നിലുള്ള എഴുതിയോ? ഞാൻ സാക്ഷിയും ദേഹദ്വയത്തോടു കൂടിയവനുമാകുന്നു. ദേഹവും ദേഹത്തിന്റെ ഗുണങ്ങളും വാസ്തവത്തിൽ എന്ന് ബ്രാക്കറ്റിൽ ഇട്ടോ, എന്നിലില്ല. ഞാൻ സാക്ഷിയും ദേഹദ്വയത്തോടു കൂടിയവനും. എന്നാൽ എന്ന് വേണേ എഴുതിക്കുക. എന്നാൽ ദേഹവുമായോ ദേഹഗുണങ്ങളുമായിട്ടോ എനിക്ക് യാതൊരു സംബന്ധവുമില്ല. ഇതിങ്ങനെ ഒരു പ്രാവശ്യം പറഞ്ഞായിരിക്കത്തില്ല, പിന്നെ കേൾക്കുക. കാരണം ഇതിനങ്ങനെ പല വഴിക്ക് അർത്ഥം പറഞ്ഞു പോവാ. അതുകൊണ്ടാണ്. അതായത് ഗീതയിലും 2 ഘട്ടം പറയും. ഇതെന്താണ് ഉദ്ദേശം എന്ന് പറഞ്ഞാല്, അസംസ്കൃത മനസ്സുകൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് മനസ്സിനാൽ ഗ്രഹിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നത്. അതേപോലെ തന്നെ ശബ്ദത്തിന്റെ ശക്തിയാൽ ബോധിപ്പിക്കപ്പെടാൻ പറ്റത്തില്ല എന്നുള്ളത് കൊണ്ടാണ് ശബ്ദഗ്രാഹ്യമല്ലെന്ന് പറഞ്ഞത്. ലക്ഷണ വഴിയും അഥവാ വാക്യ താല്പര്യം ഗ്രഹിക്കുന്ന സമയത്ത് വക്താവിന്റെ താല്പര്യം ആ ശുദ്ധനെയാണ് പറഞ്ഞത് എന്നുള്ള രീതിയിൽ ഗ്രഹിച്ചാലും ശബ്ദത്തിൽ നിന്ന് വസ്തു ഗ്രഹിക്കപ്പെടും. ഒന്ന്. മറ്റൊന്ന്, ശുദ്ധ അന്ധകരണമാണെങ്കിൽ അവന് വസ്തുബോധം ഉണ്ടാകും. അപ്പൊ വസ്തുബോധം ഉണ്ടാവുകയും ചെയ്യും, ശബ്ദം കൊണ്ട് പറയാനും പറ്റും. ഏതിനെയാണോ ശബ്ദം കൊണ്ട് പറയാൻ പറ്റാത്തത്, മനസ്സുകൊണ്ട് അറിയാൻ പറ്റാത്തത്? രണ്ടും വന്നോ? അപ്പൊ പറയാൻ പറ്റും ഏതിനെയാണോ ശബ്ദം കൊണ്ട് പറയാൻ പറ്റാത്തത്, അറിയാൻ പറ്റും ഏതിനെയാണ് മനസ്സുകൊണ്ട് അറിയാൻ പറ്റാത്തത്. ഇതാണ് മൊത്തം ഫ്രെയിമിൽ ഇരിക്കുന്നത്. ഇനി വേണം നവ്യ നൈയായികന്മാരുടെ ആശ്രയത്തിൽ നമ്മൾ വേദാന്തം സിദ്ധിക്കാൻ പോകുന്നേരം മനസ്സിലാവുക ഇത് എങ്ങനെയാ തരുന്നത്. ഇത്രയൊന്നും പഠിക്കാൻ നേരമില്ലാത്ത ഗുരുക്കന്മാർ പറയും, മക്കളെ ബുദ്ധി കണ്ട കസർത്ത് ഒന്നല്ല കേട്ടോ ഇത്, ഞാൻ പറയുന്നതല്ലേ പ്രമാണം. ഇവിടെ പണിക്ക് ആളില്ല, പല പരിപാടിയായിട്ട് ആശ്രമം ഇരിക്കുന്നവരാണ് ഇവൻ. ബുദ്ധി കസർത്തായിട്ട് ഇങ്ങോട്ട് വരുന്നത്. ബുദ്ധി കസർത്താൻ ഞങ്ങൾക്ക് ഇഷ്ടമേ അല്ല. ബുദ്ധിയായിട്ട് ഇങ്ങോട്ട് ബുദ്ധി ഉണ്ടെങ്കിൽ വഴി കയറാനേ പാടില്ല എന്നുള്ളതാണ്. ഞാൻ അവരെ കുറിച്ച് പറയുന്നതാണ്, എന്ത് ചെയ്യാനാന്നുള്ള. പിന്നെന്താ? ശ്രുതി യുക്തി അനുഭവം എന്നുള്ളതാണല്ലോ പ്രമാണം. നിങ്ങൾ അനുഭവം ഇവിടെ ആരും ചോദിച്ചിട്ടൊന്നുമില്ല. ശ്രുതി കൊണ്ട് യുക്തി കൊണ്ടും അനുഭവം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അല്ല, അനുഭവം ഉണ്ടാവുന്നില്ലല്ലോ. അനുഭവം ഉണ്ടാവില്ല, അതുകൊണ്ടാണല്ലോ ശാസ്ത്രം പ്രമാണം എന്ന് പറഞ്ഞത്. അവിടെയാണ് ഇത് നോക്ക്. രൂപേഷ് എത്ര വർഷം? രൂപേഷ് ഞാനൊക്കെ ഒന്നിച്ചായിരുന്നു പന്മനയിലുള്ളത്. വർഷം 25 കഴിഞ്ഞിട്ടും നമ്മൾ ഇതിന്റെ ടെർമിനോളജി പഠിക്കാതെ നിൽക്കുന്നത് കൊണ്ടാണ് ഇന്നും ഇപ്പോൾ സോക്കാൾഡ് ഗുരുക്കന്മാരുടെ വാക്യം പ്രമാണമായിട്ട് വരുന്നത്. ഇത് ഞാനുണ്ടാവില്ലല്ലോ. ഞാനുണ്ടാവത്തില്ലേ പിന്നെ ഗുരുവിന്റെ അടുത്തേക്ക് എന്തിനു പോയി? ഗുരു എന്താ പറയാ? നീയും കണക്ക് ഞാനും കണക്ക്, നമ്മൾ രണ്ടും വെള്ളത്തില്ല. കാരണം ഞാനുണ്ടായിട്ടില്ലടേ. അങ്ങനെ പറയാൻ പറ്റൂ? അതുകൊണ്ടാണ് നോക്ക്, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണേ. നിങ്ങൾ ഇനിയും ആ ഗ്രൗണ്ടിൽ നിന്നിട്ട് കളി കാണാൻ നിൽക്കരുത്. ഇവിടെ 2 പക്ഷം ഞാൻ വെച്ചു. ജ്ഞാനം ഉണ്ടാവും ഏതിനെയാണോ മനസ്സിലാക്കാൻ അറിയാൻ പറ്റാത്തത്. ശബ്ദം കൊണ്ട് പറയാൻ പറ്റും ഏതിനെയാണോ ശബ്ദത്താൽ വിശദീകരിക്കാൻ പറ്റാത്തത്. എന്ന് പറഞ്ഞാല് ഇവിടെ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് കേട്ടില്ല? ശബ്ദത്തിന്റെ ശക്തിയാൽ പറ്റത്തില്ല, പക്ഷെ ലക്ഷണയാൽ പറ്റും. ലക്ഷണം മാത്രമൊന്നല്ല, ഇനിയൊരു ഘട്ടം സംസാരിക്കാനുണ്ട്. ലക്ഷണം ഇല്ലാതെയും ബോധിപ്പിക്കാൻ പറ്റും. അതായത് വക്താവിന്റെ ഇച്ഛയായിരിക്കുന്ന താത്പര്യത്തെ മനസ്സിലാക്കിയാൽ താത്പര്യ ഗ്രഹണം ഒരു വാക്യാർത്ഥ ബോധത്തിന് കാരണമാണ്. ഇത് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ഇതിനെ ഡീറ്റെയിൽ ചെയ്ത് പോകുമ്പോൾ വളരെ സമയത്തെ മനസ്സിലാകത്തുള്ളൂ. ഇങ്ങനെ താത്പര്യ ഗ്രഹണം വഴി നിങ്ങൾക്ക് ആ വസ്തു
ലക്ഷണമൊന്നും ചെയ്യാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇത് വേദാന്ത പരിഭാഷയിലേ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ വേദാന്ത പരിഭാഷ ഒരു പ്രക്രിയ ടെക്സ്റ്റ് ആണ്. അത് ന്യായം പഠിച്ച ആൾക്കാർക്ക് അത് പിടികിട്ടത്തുള്ള എന്താ പറഞ്ഞു പോകുന്നുള്ളത്. ഓക്കെ, അതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളെ ഗുരുക്കന്മാർ നമ്മളെ പറ്റിച്ചു നടന്നത് മക്കളെ. ഇനി ശബ്ദം കൊണ്ട് പറയാൻ പറ്റത്തില്ല എന്നുള്ളത് ശബ്ദത്തിന്റെ ശക്തിയാൽ പറയാൻ പറ്റത്തില്ല എന്നുള്ളൂ. ഒന്ന്, ജ്ഞാനം കൊണ്ട് കിട്ടത്തില്ല എന്ന് പറഞ്ഞാല് വൃത്തിവ്യാപ്തി ഫലവ്യാപ്തി ഇല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പൊ ജ്ഞാനം കൊണ്ട് അറിയാമെന്ന് പറയുന്നത് വൃത്തിവ്യാപ്തിയെ ഗ്രഹിച്ചുകൊണ്ടാണ്. അപ്പൊ ഇത് ആദ്യം എന്താണ് വൃത്തിവ്യാപ്തി, എന്താണ് ഫലവ്യാപ്തി എന്ന് അറിയണം. ഈ വൃത്തിവ്യാപ്തി ഫലവ്യാപ്തി അറിയുന്നത് പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരിലും സിംഗിൾ പേഴ്സൺ ഇല്ല എന്നാണ് മനസ്സിലാക്കിയത് നിങ്ങൾ. ഓക്കെ, 10 ലക്ഷത്തിൽ 1 വെച്ച് ഈ സാധനം അറിയുന്ന ആൾക്കാരുണ്ടാവത്തുള്ളൂ. അത്രയും കുറവാണ് സാധനം. നമ്മൾ അതാണ് പഠിച്ചു വരാൻ പോകുന്നത്. അനുഭവം വരുന്നില്ല സ്വാമി. അനുഭൂതി സമ്പന്നന് ഗുരുവിന് മാത്രമല്ല ഇവിടെ ആത്മജ്ഞാനം പറഞ്ഞു കൊടുക്കുകയുള്ളൂ. അനുഭൂതി ഉണ്ടാവും. എന്റെ രൂപേഷ, ഇതല്ലേ ഞാൻ പറഞ്ഞു, നീ ആ ഒരു സ്റ്റേജ് വിടൂ. ശാസ്ത്രമാണ് പ്രമാണം. അനുഭൂതി ഉണ്ട്. നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? ഇന്ന ഗുരുവിന് അനുഭൂതി ഉണ്ട് നിങ്ങൾ എങ്ങനെ നിശ്ചയിക്കുന്നു? പറ. ഇയാള് ജ്ഞാനിയാണ്, പറ, എങ്ങനെ മനസ്സിലാക്കും? ശാസ്ത്രമാണ് ഗുരു പറയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ ശാസ്ത്രം ഏത് ഇപ്പം പറയും, നിങ്ങൾ ഇപ്പൊ ഇന്ന് ശാസ്ത്രവുമായിട്ട് വിരുദ്ധമല്ല എന്ന് തോന്നിയാൽ അപ്പൊ ശാസ്ത്രം അവരെന്താ പറഞ്ഞത്? ശാസ്ത്രത്തിലൂടെ ഇത് ബോധം ഉണ്ടാവില്ല എന്ന് പറഞ്ഞതാണോ ശാസ്ത്രം പറഞ്ഞത് ഈ ഗുരുക്കന്മാര്? അങ്ങനെയാകുമ്പോ ശാസ്ത്രം ആദ്യം അറിയണം, എന്നാലല്ലേ ഇപ്പൊ പറഞ്ഞതിന് കാര്യമുള്ളൂ. അതല്ല, ഇത് തൊന്തരവ്. അതായത് ഇത്രയും ഗുരുക്കന്മാര് ഇവിടെ ഉണ്ടാക്കി വെച്ച തൊന്തരവ് ഇതിനെ തെരയാൻ പോകുന്ന ആൾക്കാർ കൊണ്ടുവളത്തിലാക്കി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇപ്പോഴും ഓപ്പോസിറ്റ് എന്നിട്ടാ പറയുന്നത് അനുഭവമല്ലേ പ്രമാണം. ആരുടെ അനുഭവമാണ് ചോദിക്കുന്നത്? നിങ്ങളുടെ അനുഭവം എനിക്കെങ്ങനെ പ്രമാണവും? നിങ്ങൾ ജ്ഞാനിയാണ്, ഞാനെങ്ങനെ സിദ്ധിക്കും? ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ജ്ഞാനിയുടെ ലക്ഷണം ജ്ഞാനിയെ തിരിച്ചറിയാനല്ല. ഒരാൾക്കും ജ്ഞാനി തിരിച്ചറിയാൻ പറ്റത്തില്ല. ജ്ഞാനി നിങ്ങളെ മുന്നിൽ കണ്ടോളൂ. ഒരു ജ്ഞാനി നിന്നിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? ഇപ്പൊ എങ്ങനെ തിരിച്ചാൽ മനസ്സിലാവില്ലേ ചോദിക്കത്തില്ല. അനുഭവത്തിൽ എങ്ങനെ എത്തിച്ചേരും? എന്താണ് നിങ്ങൾ എന്താ ചോദിക്കുന്നത്? നിങ്ങൾക്ക് അതിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റിയിട്ടുണ്ടോ? അനുഭവത്തിലെത്തി പറഞ്ഞ ജ്ഞാനിയായി. പിന്നെ അത് ആർക്കാണ് വാലിഡ് കൊടുക്കാൻ പോകുന്നത് ജ്ഞാനം? അനുഭവം പരിണാമദർശിയില്ലേ? ഒരു അനുഭവത്തൊന്നും അയ്യോ, ശബ്ദം കൊണ്ട് കോലാഹലം കളിച്ചിട്ട് ഒരു കാര്യമില്ല. പരിണാമം എന്നൊക്കെ നിങ്ങൾ എന്തോ പറയുന്നത്? ഇവിടെ പ്രമാണത്തിന് പ്രമേയം ഉണ്ടാവത്തുള്ളൂ. എനിക്ക് പ്രമേയം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ആ പ്രമാണം വെച്ചിട്ട് എന്റെ പ്രമാണം വെച്ചിട്ട് എന്നോട് തന്നെ സംസാരിക്കുകയാണോ നീ ജ്ഞാനിയാണ് കേട്ടോ, കാരണം നിനക്കിപ്പോ ജ്ഞാനം ഉണ്ടായിട്ടില്ലേ? അതും ഉണ്ടല്ലോ. പ്രമാണം ഇത് തമ്മിലാണുള്ളത്. ജ്ഞാനിയായി കഴിഞ്ഞാൽ കഴിഞ്ഞു പണി. ജ്ഞാനം എങ്ങനെ ഉണ്ടാവും? അതല്ല നിങ്ങൾ ചോദിക്കുന്നത് അനുഭവം എന്നുള്ളത്. അനുഭവമാണ് ജ്ഞാനം. അതായിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ചോദ്യോത്തരമില്ല. അത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് ശാസ്ത്രം സംസാരിക്കുന്നത്. അത് നമ്മൾ പരജ്ഞാനം എന്ന് പറയുന്നത് വേറെ ആയിട്ട് കാണാറില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. പരോക്ഷം അപരോക്ഷം എന്ന് വേർതിരിക്കല്. പരത്തിന്റെ അപ്പുറം നിങ്ങൾക്കില്ലെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് വെറുതെ ശബ്ദം കൊണ്ട് കോലാഹലം കളിക്കല്ല. ശാസ്ത്രത്തിലും സംസാരിക്കാൻ നോക്ക്. ഇങ്ങനത്തെ ഒന്നും സിദ്ധിക്കപ്പെടത്തില്ല. അതുകൊണ്ടാണ് ഈ സോപ്പാട് ഗുരുക്കന്മാർ ഇത്രയും പ്രസ്ഥാനം നശിപ്പിച്ചതുപോലെ ഒരാൾ നശിപ്പിച്ചിട്ടുണ്ടാവില്ല. അല്ല സ്വാമിജി ഒന്ന് പറഞ്ഞിട്ട്, അപ്പം ശബ്ദം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്നും പറയുന്നു. ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ഇതിനെ നമ്മൾ കേനോപനിഷത്ത് നോക്ക്. കേനത്തില് എല്ലാ കോൺട്രഡിക്ഷൻ വെച്ച് പോകും. എന്നിട്ട് ശിഷ്യനോട് ചോദിക്കും എങ്ങനെയാ, ടീക്കേ. എന്നിട്ട് ശിഷ്യൻ പറയും ഞങ്ങളുടെ ഇടയിൽ അറിയാൻ പറ്റത്തില്ലെന്നും അറിയാൻ പറ്റാതിരിക്കുന്നതിന്റെ അപ്പുറമാണിതെന്ന് ആരാണ് മനസ്സിലാക്കുന്നത്? അവൻ അറിയാം. ആ രീതിയിൽ അറിയാം എന്ന് പറയും. ടീക്കേ, ഓർമ്മയുണ്ടോ മന്ത്രം? അപ്പൊ സ്വാമിജി പറഞ്ഞത് രണ്ടും കോൺട്രഡിക്ഷൻ ആണല്ലോ അല്ലെ? പറ്റുന്നു പറയും, പറ്റുന്നില്ല. കോൺട്രഡിക്ഷൻ സോൾവ് ചെയ്തുകൊണ്ടാ പോകുന്നത്. കോൺട്രഡിക്ഷൻ ആദ്യം വെച്ച ശേഷം ഇതിനെ സോൾവ് ചെയ്യും. സോൾവ് ചെയ്യാനാണ് നമുക്ക് വൃത്തിവ്യാപ്തി ഫലവ്യാപ്തി ലക്ഷണ ശക്തി ആവശ്യം വരുന്നത്. ഈ സാധനം ലക്ഷണാശക്തിയും ഈ സാധനമൊന്നും ന്യായായികന്മാരല്ലാത്ത ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്ന പ്രശ്നമില്ല. നമ്മൾ ഈ കേൾക്കുന്ന തട്ടുപൊളിപ്പൻ വേദാന്തം അത് സ്റ്റേജ് വേദാന്തമാണ്, അമ്പലപ്പറമ്പിലെ വേദാന്തമാണത്. ഇതിലൂടെ ഒരു സാധനവും പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. എന്നും ഇതാണ്ടാവുക. പിന്നെ ജ്ഞാനം ഗുരു ഈ സാധനമായിട്ട് വരും. ടീക്കേ, ഒരു രക്ഷയില്ല. അടുത്ത സ്റ്റെപ്പ് ആയിരിക്കുന്ന പ്രമാണ സൈഡ് പിടിച്ചില്ലെങ്കിൽ ഇത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. മനസ്സിലായി. ഇപ്പൊ കോൺട്രഡിക്ഷൻ പറയുന്നതാണെങ്കിലും അതിനെ എങ്ങനെ ഓവർകം ചെയ്യാന്നാ പറയുന്നത്. ആ കോൺട്രഡിക്ഷൻ വെച്ച് തന്നെ പോവുക. അതായത് ഇതിലേക്ക് നമ്മൾ ഇന്നിപ്പോൾ വേദാന്തം പ്രിന്റഡ് മീഡിയയിൽ കിട്ടും. പക്ഷേ അപ്പോൾ പോലും വേദാന്തം എന്ന് പറയുന്ന ഉപനിഷത്ത് ഇതിന്റെ അർത്ഥ രഹസ്യ വിദ്യ നിങ്ങൾ എങ്ങനെ കളിച്ചാൽ അതിനുള്ളിൽ കയറാൻ പറ്റത്തില്ല. മനസ്സിലായി. സിമ്പിൾ ആയിട്ട് ഇത് അത്രയും ട്രഡീഷനിലൂടെ പഠിപ്പിച്ച് ന്യായം വൈശേഷിക മീമാംസ എല്ലാം പഠിച്ച ആൾക്കാര് ഒരു ലൈന് പിടിച്ചു വരുന്ന ആ ലൈനിലൂടെ നിങ്ങൾ പോയെങ്കിൽ മാത്രം പിടികിട്ടുന്നല്ലാതെ നിങ്ങൾ ഗുരുവിന് കൃപ ഇങ്ങോട്ട് കൊണ്ടുവരരുത്. നടക്കുന്ന പരിപാടിയില്ല.
ഞാൻ പറയട്ടെ, സിമ്പിൾ ആയിട്ട് ഇത്യാദി പരിപാടിയിലെ ഇപ്പം കിട്ടുന്ന രീതിയിൽ ഞാൻ പറഞ്ഞാലാണ് പ്രമാണം, ശാസ്ത്രമല്ല. ശാസ്ത്രത്തിലല്ലേ ഞാൻ പറയുന്നത്? ശാസ്ത്രത്തിലും പറഞ്ഞിട്ടുണ്ടല്ലോ കിട്ടൂല എന്ന്, അതല്ലേ ഞാൻ പറഞ്ഞത്? ശാസ്ത്രത്തിൽ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതെന്താ നിങ്ങൾ പറയാത്തെ? അത് പറഞ്ഞ പ്രശ്നമുണ്ട്. അത് പറഞ്ഞാല് പലരും ആശ്രമം വിട്ടുപോകും. അല്ല ആഗമാ ടീക്കേ? അല്ല, സിമ്പിൾ ആയിട്ട് പറയുന്നത് സ്വാമിജി ഇപ്പൊ പറഞ്ഞത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും പറയുന്നുണ്ട്, പറ്റൂല എന്ന് പറയുന്നുണ്ട്. ഈ ശബ്ദം കൊണ്ട് പറ്റുമെന്ന് പറയുന്നുണ്ട്, പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അത് എങ്ങനെ ഓവർകം ചെയ്യണം എന്നാണ് നമ്മൾ പഠിക്കേണ്ടത് ഇപ്പൊ. അല്ല, സിമ്പിൾ ആയിട്ട് പറയണേ. ഇതെല്ലാം വളരെ സിമ്പിൾ സാധനമാണ്. പക്ഷെ നമ്മൾ അതുകൊണ്ടാണ് ശാസ്ത്രം മനസ്സിലാക്കാതിരിക്കാനുള്ള ഒരു കാരണം സ്വന്തം മതത്തോടുള്ള ഭ്രമമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ പോയാലും എന്റെ മതം സിദ്ധിക്കും, എന്റെ ഗുരുവിനെ വിട്ടൊരു കളിയില്ല. ടീക്കേ? നിന്റെ ശാസ്ത്രം നഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല, എന്റെ ഗുരു ആണ് ജ്ഞാനി. ഇങ്ങനെ നിന്നാലൊന്നും ശാസ്ത്രം പിടികിട്ടത്തില്ല. നമ്മൾ പക്ഷപാതരഹിതമായിട്ട് ശാസ്ത്രം പഠിക്കുക. ശാസ്ത്രത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവിടെയുള്ള കോൺട്രഡിക്ഷൻ അവര് വെച്ചിരിക്കുന്ന ടൂൾ വെച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. മറ്റ് ശാസ്ത്രങ്ങളുമായിട്ട് വാദം വരുന്ന സമയത്ത് അവരുടെയും വേദാന്തയുടെയും വാദം കേട്ട് മനസ്സിലാക്കുക ഏതാണെന്നുള്ളത്. നിങ്ങൾക്ക് കുറച്ചു കാലം കഴിഞ്ഞാലേ ധാരാപ്രവാഹമായിട്ട് വരും. അത് വരെ നിങ്ങൾക്ക് ഡേ ബൈ ഡേ കേട്ട സാധനം എഴുതി പഠിച്ചോ. ഓക്കെ? നിങ്ങൾക്ക് പെട്ടെന്ന് പിക്കപ്പ് ആവണമെങ്കിൽ എഴുതി പഠിച്ചോ, ഇല്ലെങ്കിൽ കാലം കൊണ്ട് പിക്കപ്പ് ആയിക്കോളൂ. ബ്രഹ്മസ്വരൂപം അജ്ഞാനത്തെ നശിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ അതെന്താന്ന് പറഞ്ഞാല് ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന അധിഷ്ഠാനമാണ് ഈ അജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നവൻ നാശകനാണ്, അവൻ പോഷകനാണ്. ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന അധിഷ്ഠാനത്തിലാണ് ഈ അധ്യസ്ഥമായിരിക്കുന്ന അവിദ്യ പ്രകാശിക്കുന്നത്. ഇവനാണ് അധിഷ്ഠാനമാണ് അധ്യസ്ഥത്തിന്റെ പ്രകാശകൻ. അധിഷ്ഠാനം പ്രകാശിപ്പിക്കുന്നില്ലെങ്കിൽ അധ്യസ്ഥത്തിന്റെ സത്ത പോലും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. അന്നപ്പോൾ അവിദ്യ പോലും നിലനിൽക്കുന്നത് അധിഷ്ഠാനമായിരിക്കുന്ന ബ്രഹ്മ ഇരിക്കുന്നതുകൊണ്ടാണ്. അവന് ബ്രഹ്മജ്ഞാനം പോരുത്, ബ്രഹ്മസ്വരൂപജ്ഞാനമാണ്. ബ്രഹ്മത്തിനുടെ ജ്ഞാനം അന്ധക്കരണ വൃത്തി എടുക്കരുത്. ബ്രഹ്മസ്വരൂപജ്ഞാനം, സ്വരൂപമാണിത് ബ്രഹ്മ, അവൻ തന്നെയാണ് ജ്ഞാനം. ജ്ഞാനം എന്നുള്ളത് ഇവിടെ വൃത്തിജ്ഞാനമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവൻ ജ്ഞാനമല്ല അജ്ഞാനമല്ല, അതൊക്കെ പിന്നെ പറയാം. ടീക്കേ? പ്രകാശകനായി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അങ്ങ് വെക്കുന്നത് മാത്രമാണ് ഈ ജ്ഞാനം എന്നൊക്കെ ഉള്ളത്. സ്റ്റെപ്പ് മുന്നോട്ട് കയറി കഴിഞ്ഞാൽ എന്ത് ജ്ഞാനം എന്താ അജ്ഞാനം അതൊക്കെ വേറെ വിഷയം. ഇപ്പോൾ അതൊന്നും പോവാതെ മുന്നേ സംസാരിക്കുകയാണ് നമ്മൾ. ഒരധിഷ്ഠാനത്തിൽ അധ്യസ്ഥ വസ്തുവായിരിക്കുന്ന അവിദ്യ പ്രകാശിക്കുകയാണ്. അപ്പൊ അവിദ്യയുടെ പ്രകാശം ആണെന്ത്? സാക്ഷി പ്രകാശം. എന്താ പറയുക? അവിദ്യായുക്തനായിരിക്കുന്ന സാക്ഷി, അവിദ്യായുക്തനായിരിക്കുന്ന ചൈതന്യമാണ് ഈ സാക്ഷി. ഉദാഹരണത്തിന് ഒരു സൂര്യന്റെ കീഴെ മേഘം വന്നു നിന്നാൽ സൂര്യൻ പ്രകാശിക്കുകയോ? പ്രകാശിക്കുകയോ ചെയ്യില്ല. മറഞ്ഞു പോയി ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ. പ്രകാശിക്കും. അപ്പം സൂര്യൻ എപ്രകാരമാണോ പ്രകാശിച്ച് നിന്നിരുന്നത് അതേപോലെയല്ല ഇവന്റെ മറ്റൊരു പ്രകാശം, ആവൃതനായിരിക്കുന്ന സൂര്യന്റെ പ്രകാശം കാണാം. ഇതാണ് സാക്ഷിയുടെ സ്വരൂപത്തിന് ഉദാഹരണം. എന്ന് പറഞ്ഞാല് നിത്യശുദ്ധ ബുദ്ധമുക്തനായിരിക്കുന്ന ചേതനൻ അവിദ്യയോട് കൂടി ഇരിക്കുമ്പോൾ അവൻ എപ്രകാരമാണോ ില്ലെങ്കിലും അവൻ പ്രകാശിച്ചേ പറ്റത്തുള്ളൂ. ആ പ്രകാശമാണ് സാക്ഷി പ്രകാശം. ഇതൊന്നും അറിയാതെയാണ് സാക്ഷിഭാവത്തിലിരുന്നാൽ ആനയാവും ചേനയാവെന്ന് പറഞ്ഞിട്ട് സോക്കോൾഡ് ഗുരുക്കന്മാർ കയറി വരുന്നത്. അതിന്റെ മക്കൾ ആലോചിച്ചോളുക, നമ്മളത് വേറെ വഴിക്ക് കൊണ്ടുപോകാണ്. വെറുതെയെങ്കിലും കയറി ആരെങ്കിലും കൂട്ടത്തിലിരുന്നാൽ പോകേണ്ട വഴി പോകാൻ പറ്റാതെ പോകും. ഓക്കെ? ഇനി ഈ ബ്രഹ്മത്തിന്റെ അന്ധക്കരണ വൃത്തി ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ബ്രഹ്മത്തിൽ അധ്യസിച്ചിരിക്കുന്ന അവിദ്യ നഷ്ടപ്പെട്ടു പോകും. ഈ ഏത് ബ്രഹ്മത്തിലാണോ അവിദ്യ അധ്യസിച്ചത്, അവിദ്യാരഹിതനായിരിക്കുന്ന അധിഷ്ഠാന ബ്രഹ്മത്തിന്റെ അന്ധക്കരണ വൃത്തി സംഭവിച്ചാൽ, ചിത്തവൃത്തി സംഭവിച്ചാൽ, മൈൻഡ് ഫോർമേഷൻ ആസ് ബ്രഹ്മ, ബ്രഹ്മാകാരത്തിൽ മൈൻഡിന്റെ ഫോർമേഷൻ നടന്നു കഴിഞ്ഞാൽ അത് അജ്ഞാനത്തെ നശിപ്പിക്കും. എങ്ങനെയാവാനോ? ശാസ്ത്രത്തിൽ മാത്രം. അതായത് ഈ ബ്രഹ്മ എന്നുള്ളത് ആരുടെ കടം വാങ്ങേണ്ടതല്ല, നിങ്ങൾക്ക് എനിക്കുള്ള ഒറ്റ സ്വരൂപമാണത്. മനസ്സിലായോ? ഈ സ്വരൂപത്തെ തിരിച്ചറിയുക എന്നുള്ളതാണത്. ഈ തിരിച്ചറിവിന് വേണ്ടിയാണ് മൊത്തം ശ്രമം. അല്ല സ്വാമിജി, ഇന്നലെ സ്വാമിജി ഒരു ശ്ലോകം പറഞ്ഞിരുന്നു, തത്വമസ്യാദി വാക്യോത്ഥം സമ്യക് ധീമാ. വാക്യോത്ഥ, ഉത്ഥ എന്ന് പറഞ്ഞാൽ ജന്യം. തത്വമസ്യാദി എന്ന് പറഞ്ഞാൽ ഐക്യ ബോധക വാക്യത്തിൽ നിന്ന് ജനിക്കുന്ന ജ്ഞാനം ഏതായിരിക്കും? ഐക്യജ്ഞാനം. തത്വമസ്യാദി വാക്യോത്ഥ. തകാരവും തകാരവും ഉണ്ട്, രണ്ടും വരും. 1-2 തകാരങ്ങൾ. ഖരം അധിഖരം രണ്ടും വേണം. തത്വമസ്യാദി വാക്യോത്ഥ സമ്യഗ്ധി ജന്മമാത്രത. സമ്യക് ജ്ഞാനം എന്ന് പറഞ്ഞാൽ അപരോക്ഷ എന്നർത്ഥം. അപരോക്ഷ ബ്രഹ്മാകാര വൃത്തിയോടെ അവിദ്യ സഹകാര്യേണ, സഹ എന്ന് പറഞ്ഞ കൂടെ, കാര്യത്തോടു കൂടെ, കാര്യമാണ് ജഗത്ത്. ഈ ജഗത്തോടുകൂടി അവിദ്യ ന ആസീത് ഉണ്ടായിരുന്നില്ല, ന അസ്തി ഇപ്പോൾ ഇല്ല, ന ഭവിഷ്യത്ത് ഒരിക്കലും ഭവിക്കത്തില്ല എന്ന് പറഞ്ഞാൽ തത്വമസ്യാദി വാക്യജന്യ ജ്ഞാനത്താൽ
ജ്ഞാനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നിൽ ഒരിക്കലും അവിദ്യ ഇല്ലായിരുന്നു, ജഗത്തും ഇല്ലായിരുന്നു, ഇപ്പോഴും ഇല്ല, ഇനി ഒരിക്കലും ഉണ്ടാവത്തില്ല. അപ്പൊ ഉണ്ടായിരുന്നതോ അതൊക്കെ അവിദ്യ കൊണ്ട് സംഭവിച്ചത് മാത്രം. ഏതവിദ്യ? ഓ, അതും പറയാൻ വിട്ടുപോയി. ഒരവിദ്യയില്ല, മിണ്ടാതിരിക്കാം ബസ്. ഇവിടെ എത്തിക്കേണ്ട ഈ പങ്ക്തിയാണിത്. നിങ്ങൾ ജ്ഞാനിയുടെ സ്ഥിതിയാണ് ഈ പറയുന്നത്. ഓക്കെ, ഈ പറഞ്ഞു പോകുന്നതിന്റെ ബ്യൂട്ടി ആസ്വദിക്കുക. സ്വാമിജി പറയുന്നുണ്ട് നിങ്ങള് അവിദ്യ ഇല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്, അവിദ്യ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അതായത് അവിദ്യ ഉണ്ട്. ഇപ്പൊ ഞാനും നിങ്ങളും അജ്ഞാനി ആയതുകൊണ്ട് നമ്മൾ അവിദ്യയെ മാനിക്കുകയാണ്. ഞാനും നിങ്ങളും കയറിൽ സർപ്പം കണ്ടതുകൊണ്ട് സർപ്പത്തെ മാനിക്കുകയാണ്. സർപ്പഭ്രമം അതെ മാറിക്കഴിഞ്ഞാൽ ഏതൊരു സർപ്പം ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? അത് കടിച്ചിരുന്നെങ്കിൽ ചത്തേനെ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അത് ഇതേപോലെ അവിദ്യ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ലോകമൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ രീതിയിൽ മനസ്സിലാക്കാം. ചിന്തിക്കാൻ പഠിക്കുക കേട്ടോ. ആ അതെ അതെ ചിന്തനം ആ ലെവലിൽ വെക്കാൻ ശ്രമിക്കണം. അല്ലാതെ അപ്പൊ ഗുരു ഇപ്പോൾ ഇട്ടുതരും, ഭഗവാൻ വരും, രക്ഷിക്കും, ഇതൊന്നും ഇവിടെ നോക്കണ്ട. ആരും വരാൻ പോകുന്നില്ല അങ്ങോട്ടേക്ക്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഈ കയറ് സർപ്പം എല്ലാം മനസ്സിലാക്കി കഴിയാനുള്ള ആ ലെവലിലേക്ക് വരണം. യെസ്, ഇല്ലാത്ത എന്തൊക്കെയോ നമ്മളിങ്ങനെ വിവരിച്ചുകൊണ്ടിരിക്കും. നമ്മൾ രണ്ട് ഘട്ടമുണ്ട്. ഒന്ന് ജഗത്തിനെ നിഷേധിച്ചുകൊണ്ടിരിക്കണം. ആ ജഗത്തിൽ പെട്ടതാണ് ഞാനും. അപ്പോൾ എന്റെ ഈ സ്വരൂപത്തെ നിഷേധിക്കണം. എങ്ങനെ? അധ്യസ്ഥനായിരിക്കുന്ന, അഭിമാനിയായിരിക്കുന്ന എന്നെ. പിന്നെ ഞാനാരാ? വ്യാപകനായിരിക്കുന്ന, നമ്മൾക്ക് ഇപ്പോൾ തിരിച്ചറിവില്ലാത്ത, ശാസ്ത്രത്താൽ പറയപ്പെട്ടിരിക്കുന്ന കേവല അദ്വിതീയ പരമാത്മാവുണ്ട്. അവനില് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പോകണം. അന്നപ്പോൾ ഈ ജഗത്ത് ഈ രീതിയിലല്ല ഇരിക്കുന്നത്, ഇത് കൽപ്പിതം തന്നെയാണ്. നിഷേപണം എന്ന് പറയും. എല്ലാ സമയത്തും നമ്മൾക്ക് മനസ്സിന് നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കണം. ഇതാണ് വേദാന്ത ടെക്നിക്കൽ സൈഡ് നമ്മൾക്ക് വിചാരത്തിലേക്കുള്ളത്. അല്ലാതെ വേദാന്തത്തിൽ എവിടെയും ചിന്മുദ്ര പിടിച്ചൊരു ബ്രഹ്മജ്ഞാനം കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല മക്കളെ. അവിദ്യക്ക് നാശം ഉണ്ടാവാൻ ജ്ഞാനം വേണം എന്ന് പറയുന്നു. വേറെടുത്ത് പറയുന്നത് ത്യാഗേനേകൻ അമൃത മനസ്സെന്ന് പറയുന്നുണ്ട്. ഗീതയിൽ തന്നെ പറയുന്നത് ത്യാഗേനേകൻ അമൃത മനസ്സെന്ന് പറയുന്നത്. നിങ്ങൾ വേഗം ചോദിച്ചു പോയിക്കോ, ഇതൊക്കെ അറിയുന്നതാണ്, പറഞ്ഞോ. അപ്പം ഇത് പല വൈരുദ്ധ്യങ്ങൾ ഒരുപാട് ഉണ്ട് എന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് അല്ലേ? വൈരുദ്ധ്യങ്ങളുണ്ട്. ഇതെന്താ? ത്യാഗം എന്ന് പറഞ്ഞ സന്യാസത്തിന് അർത്ഥം. സന്യാസം ജ്ഞാനത്തിന് കാരണമാണ്. അന്നപ്പോൾ കർമ്മം, സാമാന്യ കർമ്മം, അതിൽ നിന്ന് കയറി വന്നവന് വൈരാഗ്യപൂർവമായിരിക്കുന്ന അന്ധകരണ ശുദ്ധിക്ക് വേണ്ടിയുള്ള കർമ്മം, ആ അന്ധകരണ ശുദ്ധമായവന് വേദാന്ത ശ്രവണം, ശ്രവിച്ചവന് ആ ശ്രവണത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ബ്രഹ്മബോധത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് അവന്റെ സന്യാസം. ആ സന്യാസമാണ് ത്യാഗേന എന്ന് പറയുന്നത്. ത്യാഗ ശബ്ദത്തിന് സന്യാസം എന്നാണ് അർത്ഥം. ഇവിടെ ഇപ്പൊ തേന തെക്തന ഭുഞ്ചിത എന്നുള്ള സ്ഥലത്ത് തെക്തേന എന്നുള്ളതും ത്യാഗേന എന്ന അർത്ഥം ചെയ്യും. ത്യാഗത്തിന് സന്യാസം എന്നാണ് അർത്ഥം. ഇതിന്റെ ക്രമത്തിൽ വന്നു കഴിഞ്ഞാൽ ജ്ഞാനത്തിന് എപ്രകാരം ശ്രവണ മരണ നിര്യാസനമായിരിക്കുന്ന വിചാരം കാരണമാണോ അപ്രകാരം തന്നെ സന്യാസം കാരണമാണ്. സന്യാസം എന്ന് പറഞ്ഞാൽ കാവ്യ എടുക്കലല്ല, ഏഷണത്രയ പരിത്യാഗമാണ്. ഏഷണത്രയത്തിൽ നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്, അവന് എന്തുമില്ല, ഉപാസന ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ശാസ്ത്രം മനസ്സിലാക്കാൻ പറ്റാത്ത സന്യാസിയാണെങ്കിൽ അവൻ ഉപാസന ചെയ്തിട്ട് അവന് ഹിരണ്യഗർഭലോകം വഴി പോകും എന്ന് ബൃഹദാരണ്യത്തിലും പറയുന്നുണ്ട്. അതുകൊണ്ട് രണ്ടും കൂട്ടിവെച്ചിട്ടാണ്. ജ്ഞാനത്തിന് മുന്നേയുള്ള സന്യാസത്തെയാണ് ത്യാഗം എന്ന് പറയുന്നത്. ത്യാഗനൈകവ അമൃതത്വം അശ്നുതേ. എന്നിട്ട് അവിടെ എന്താ ചെയ്യിപ്പിക്കുന്നത്? പണി ചെയ്യിപ്പിക്കാൻ പിള്ളേരെ കൊണ്ട്. ഈ ത്യാഗം എന്ന് പറഞ്ഞ സന്യാസം എന്നാണ്. സന്യാസി ശ്രവണം കുര്യാതെന്നാണ് പറഞ്ഞത്. സന്യാസിയ ഒന്നും ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല. അവിടെ സന്യാസം പറഞ്ഞിരിക്കുന്നത് ശ്രവണത്തിനാണ്. പരോക്ഷവും അപരോക്ഷവും ബോധ്യപ്പെടുത്തുന്നത് വസ്തുവിനെ സംബന്ധിച്ചായിരിക്കുന്നു. വസ്തു അവിടെ എന്താണ്? വസ്തുവിനെ ആശ്രയിച്ചിട്ടാണ് ശബ്ദത്തിൽ നിന്ന് പരോക്ഷ അപരോക്ഷ ജ്ഞാനങ്ങൾ ഉണ്ടാകുന്നത്. എന്ത് വസ്തുവാണ്? ശബ്ദത്തിൽ നിന്ന് അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഒരു സ്ഥലം പോകുന്നേരം ശബ്ദത്തിൽ നിന്ന് പരോക്ഷമോ അപരോക്ഷമോ ജ്ഞാനം ഉണ്ടാവാം. ആ വസ്തുവിനെ ആശ്രയിച്ചാണ് പരോക്ഷ അപരോക്ഷ ജ്ഞാനങ്ങൾ ഉണ്ടാവുന്നത്. വസ്തു അപരോക്ഷമാണെങ്കിൽ ശബ്ദത്തിൽ നിന്ന് അപരോക്ഷ ജ്ഞാനം, പരോക്ഷമാണെങ്കിൽ ശബ്ദത്തിൽ നിന്ന് പരോക്ഷ ജ്ഞാനം. ഇങ്ങനെയാണ് പോവുക. അതായത് അറിയേണ്ട വസ്തു അല്ലെ? ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ശാന്തിഃ. ശങ്കരം ശങ്കരാചാര്യം കേശവം വാദിരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ.